गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्। भूतनाथ सदानन्द सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। ॐ गणपतये नमः। ॐ सरस्वत्यै नमः। എല്ലാവർക്കും നമസ്കാരം. ഒരു വൈശാഖ മാസത്തിൽ ഇങ്ങനെ ഒരു സപ്താഹവേദിയിൽ വന്നിരിക്കുക, അത് മഹാപുണ്യം. സർവരും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചാലും അത് സാധിക്കാറില്ല. ഇപ്പോൾ ഇത്ര സമയവും നിങ്ങൾ എന്തെല്ലാം കണ്ടു? നരസിംഹാവതാരം കണ്ടു, പാനകം കഴിച്ചു. എല്ലാവരെയും 5 വയസ്സായ പ്രഹ്ലാദൻ എന്ന കുട്ടി വന്ന് ഉപദേശിച്ചു പോയി അല്ലേ? എന്തൊക്കെയാ ഉപദേശിച്ചത്? ഭാഗവതം അങ്ങോളം ഇങ്ങോളം പറയുന്നത് ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങളെ കുറിച്ചാണ്. ഭക്തി ഉണ്ടാവുക. എന്താ ഭക്തി? നമ്മളുടെ വിവേകത്തിൽ നിന്നും ഉണ്ടാകുന്ന വികാരമാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഭാഗവതം പറഞ്ഞു വരുമ്പോൾ, ആ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. ഈ അറിവ് വർദ്ധിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വൈരാഗ്യം. കഴിഞ്ഞ ദിവസം ഇരിങ്ങളത്തൂര് പ്രതിഷ്ഠാദിനം 4-5 വർഷമായി ഇങ്ങനെ കേൾക്കുകയാണ് ഒരമ്മ, ഭക്തി, ജ്ഞാന, വൈരാഗ്യം. അവസാനം അമ്പലത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ടീച്ചറെ ഒരു സംശയം, എന്തിനാ ഈ വൈരാഗ്യം ഉണ്ടാവണേ പറയണേ? അത് നല്ലതല്ലല്ലോ. അവരെ സംബന്ധിച്ച് വൈരാഗ്യം എന്താ? നമ്മുടെ അയൽവാസിയോടുള്ള വൈരാഗ്യം അല്ലേ, കുടുംബക്കാരോടുള്ള വൈരാഗ്യം, അത്രയും നമുക്കറിയൂ. ഭക്തി ജ്ഞാന വിരാഗാണാം എന്ന് ഭാഗവതം. നിങ്ങളുടെ എല്ലാം കയ്യിൽ ഭഗവാൻ തന്നെയാ ഇരിക്കണേ. ഭാഗവതം എന്താ? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാ ഭാഗവതം. ഭാഗവതത്തിൽ അങ്ങോട്ട് ലയിച്ചിരിക്കുകയാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ വൈരാഗ്യം ഉണ്ടാവാൻ എന്താ ചെയ്യണ്ടേ? ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെല്ലാവരും എന്ത് ചിന്തിക്കുന്നത്? ക്ഷേത്രങ്ങളെ സമീപിക്കും. ക്ഷേത്രത്തിൽ വന്നാൽ നമുക്ക് ഭക്തി, ജ്ഞാന, വൈരാഗ്യം ഇത് 3 കൂടി ഉണ്ടാവുമല്ലോ? ഇല്ല. അങ്ങനെയാണ് പതിയെ പതിയെ ഇപ്പോൾ അനവധി സത്സംഗങ്ങൾ ഉണ്ടായത്. വൈശാഖത്തിൻ്റെ പ്രാധാന്യം എന്താ? അതെല്ലാവർക്കും അറിയാം. ഇന്നിവിടെ അവതാരം നടന്ന നരസിംഹമൂർത്തി അവതരിച്ചത് ഈ വൈശാഖ മാസത്തിലാണ്. ഭഗവാന്റെ 2 രാമാവതാരങ്ങൾ. ബലരാമൻ, നമ്മളെല്ലാവരും സ്വർണം വാങ്ങിക്കാൻ ഓടാറില്ലേ? ബലരാമന്റെ അവതാരമാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. എന്താ അങ്ങനെ പറഞ്ഞാൽ അർത്ഥം? അക്ഷയ തൃതീയ. അക്ഷയം എന്ന് പറഞ്ഞാൽ നാശം ഇല്ലാത്തത്, നശിക്കാത്തത്. സ്വർണം നശിക്കില്ലേ? തേയ്മാനം എന്ന് പറഞ്ഞ് 1 പവന്റെ ചെയിന് വാങ്ങിയാൽ 2 വർഷം കഴിഞ്ഞാൽ അത് 1 പവൻ ഉണ്ടാവാറുണ്ടോ? നാശമില്ലാത്തതാണോ? പിന്നെ എങ്ങനെയൊക്കെയോ ബിസിനസ് ആണ് അതൊക്കെ. ബിസിനസ് മാനേജ്മെന്റുകാര് ഗീത ബിസിനസ് മാനേജ്മെന്റ് അങ്ങനെ ആക്കി തീർത്തു എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും സ്വർണം വാങ്ങുക എന്നുള്ളതല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ധാതുനാം അസ്മി കാഞ്ചനം. ധാതുക്കളിൽ ഞാൻ സ്വർണമാകുന്നു അർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ധാതുവായ ഭഗവാൻ തന്നെയായ സ്വർണത്തെ വാങ്ങുമ്പോൾ ഭഗവാനെ വാങ്ങുന്നു, ഐശ്വര്യാണല്ലോ. ആ സങ്കല്പം ആയിരിക്കാം. ഏതായാലും ഇങ്ങനെയുള്ള അവതാരങ്ങളെയൊക്കെ ശ്രീരാമചന്ദ്രന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ആചാര്യന്മാര്. നിങ്ങൾ വൈശാഖത്തിലെ ഏകാദശി നോറ്റാൽ മതി, എല്ലാ പുണ്യവും ആയെന്ന്. ഭഗവാൻ അത് നോറ്റിരുന്നു എന്നാ പറയുന്നത്. ഇതുപോലെ
ഓരോ അവതാരങ്ങളും ഈ കാലഘട്ടത്തിൽ അവതരിച്ചു എന്നറിയുമ്പോൾ സാക്ഷാൽ അന്നപൂർണേശ്വരി അവതരിച്ചത് വൈശാഖ മാസത്തിലാണ്. എന്താ വൈശാഖത്തിന്റെ പ്രത്യേകത? വൈശാഖം എന്ന് പറഞ്ഞാൽ വിശാഖം നാളും പൗർണമി, അതായത് വെളുത്ത വാവും ചേർന്ന് വരുന്ന ദിവസം ഒന്നിച്ച് വരുന്ന മാസമാണ് വൈശാഖം എന്ന് പറയുന്നത്. ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ ലക്ഷ്മി ഭഗവതിയോടുകൂടി ഓരോ ഹൈന്ദവ ഗൃഹങ്ങളിലും വരുന്ന പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ അനുഗ്രഹിക്കാൻ. വൈകുണ്ഠത്തിൽ ഇരിക്കില്ലാത്രേ വൈശാഖം വന്ന. വൈകുണ്ഠത്തിൽ നിന്നും ലക്ഷ്മി ദേവിയോടുകൂടി നമ്മളുടെ ഓരോ ഗൃഹങ്ങളിലും. എങ്ങനെയുള്ള ഗൃഹങ്ങളിലാ വരിക? രാവിലെ ഷൂന്ന് എഴുതി കിടന്നുറങ്ങുന്ന വീട്ടിൽ ഭഗവാൻ കയറില്ല. വൈശാഖത്തിൽ എപ്പോൾ എഴുന്നേൽക്കണം? 6 നാഴിക പുലരുന്നത് വരെ എല്ലാ തീർത്ഥങ്ങളിലും ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഹൈന്ദവന്റെ ആചാരപ്രകാരം ഗംഗയെ ഉണർത്തി കുളിക്കണം എന്നാ പറയുന്നത്. ഗംഗയെ ഉണർത്തി കുളിക്കണമെങ്കിൽ നമ്മൾ എപ്പോൾ എഴുന്നേൽക്കണം? അപ്പോൾ 6 നാഴിക പുലരുക പറയുമ്പോൾ 1 നാഴിക 24 മിനിറ്റ്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പോയി നമ്മൾ സ്നാനം കഴിച്ച് വരണം. എല്ലാ പുണ്യതീർത്ഥങ്ങളിലും വൈശാഖ കാലത്ത് ഗംഗാദേവി ഉണ്ടായിരിക്കും. അപ്പം എങ്ങോട്ട് പോണ്ട? നോർത്ത് ഇന്ത്യയിലെ ഗംഗാ നദിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല വൈശാഖ കാലത്ത്. മറ്റൊന്ന്, ഈ സമയത്ത് കുളിയും വീട്ടിൽ വന്ന വിളക്ക് വയ്ക്കലും പാരായണവും എല്ലാം കഴിഞ്ഞ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. വെറുതെ പോയി തൊഴുതു പോന്നാൽ അത് ഭക്തി ആവില്ല. അത് LKG സ്റ്റാർട്ടിങ് പോയിന്റ്. എന്ത് വേണം? അത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ്. ഈ പ്രഭാതത്തിലുള്ള സ്നാനം ഒന്നാമത്തെ കാര്യം ആയുള്ളൂ. രണ്ടാമതായിട്ട് ക്ഷേത്ര ദർശനം. മൂന്നാമത് സത്സംഗം കൂടണം എന്നാ. അതായത് സൽക്കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനം ആണ് എന്ത്? സൽസംഗം കൂടൽ. ഈ ഹൈന്ദവരെല്ലാവരും ഈ ഗുണങ്ങളൊക്കെ അറിഞ്ഞ് നേരത്തെ കുളിക്കുന്നുണ്ട്, ക്ഷേത്ര ദർശനം നടത്തും, വീട്ടിലിരുന്നിട്ട് ഗ്രന്ഥപാരായണം ചെയ്യും, സഹസ്രനാമം ജപിക്കും, ഭാഗവതം വായിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ ഏകാദശം എത്തുമ്പോൾ ഉദ്ധവനോട് പറയുന്നുണ്ട് ഭഗവാൻ, ഹേ ഉദ്ധവ, നിങ്ങൾ സത്സംഗം കൂടാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്താ പറയാ? തണ്ണീർ പന്തൽ കെട്ടിക്കോളൂ, തപസ് ചെയ്തോളൂ, ധ്യാനം ചെയ്തോളൂ, ഗ്രന്ഥങ്ങൾ വായിച്ചോളൂ, ദാനധർമ്മം നടത്തിക്കോളൂ, എന്നെ കണ്ടു കിട്ടില്ല കേട്ടോ. പിന്നെ എന്താ വേണ്ടേ കൃഷ്ണ എന്ന് ചോദിക്കുക ഉദ്ധവൻ. ഉദ്ധവന്റെ കളി പോലും ഈശ്വര പൂജയായിരുന്നു. കൃഷ്ണനെ അത്ര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഭഗവാൻ പറയാ, സത്സംഗം ഇല്ലാതെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വൈശാഖ മാസത്തിൽ തന്നെ ക്ഷേത്ര കമ്മിറ്റിക്കാർ എന്ത് ചെയ്തത്? ഇവിടെ ഒരു സപ്താഹം അങ്ങോട്ട് വെക്കാമെന്ന് തീരുമാനിച്ചത്. സപ്താഹം 7 പകലുകളാ. 6:30 നിർത്തിയില്ലോ. ഈ 7 പകലുകൾ ഈശ്വര കഥകളിലൂടെ അങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എത്ര സത്സംഗം നിങ്ങൾ കൂടി? ഒരുപാട് സപ്താഹം കേട്ടൂലേ? ഭാഗവതം എങ്ങനെയെങ്കിലും ഒന്നിട്ട് കൂട്ടിയാൽ കൂടണം. എങ്ങനെയാ തുടങ്ങുന്നത്? കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ ജഗത്പ്രഭും, കൃഷ്ണം ദൈവായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം എന്നൊക്കെ പറഞ്ഞ് ആ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ രാവിലെ വന്ന് എന്താ പ്രാർത്ഥിച്ചത്? രാവിലെ എല്ലാവരും കൂടി കൂട്ടപ്രാർത്ഥന ഉണ്ടാവാറില്ലേ? എന്താ പ്രാർത്ഥിച്ചേ? ഭാഗവതം പൂജിക്കാൻ വെക്കും. ഭഗവാൻ തന്നെയാ ഭാഗവതം. ആ സമയത്ത് പറയാ, ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദോത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. എന്താ പറയുന്നേ? പുണ്യശ്രവണ കീർത്തന. നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അതാ. കലികാലത്ത് സ്ഥലശുദ്ധി കുറയും. എല്ലാ തരത്തിലുള്ള ശുദ്ധി, മനഃശുദ്ധി വരെ കുറയുന്നാ പറയുന്നത്. മനുഷ്യന് മനസ്സിന് ശുദ്ധി ഉണ്ടാവില്ല. ഒരു കാര്യം പറയും, വേറൊന്ന് ചെയ്യും. എല്ലാവരെയും ചതിക്കും, വഞ്ചിക്കും ചെയ്യുന്ന കലി. അങ്ങനെ ആ കലിദോഷം ബാധിച്ച കാലഘട്ടത്തിൽ ഈ സ്ഥലശുദ്ധി കുറയുമ്പോൾ, മനഃശുദ്ധി കുറയുമ്പോൾ എല്ലാവരും എങ്ങോട്ട് പോകുന്നു? നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി പൂജാതി കർമ്മങ്ങൾ ചെയ്യും. അമ്പലത്തിൽ പൂജയ്ക്ക് കൊടുത്തത് പോരാഞ്ഞിട്ട് എന്ത് ചെയ്യും? വീട്ടിലും വിളിച്ചൊരു പൂജ നടത്തും. പൂജ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ലഭിച്ചിരുന്നത് ഏത് യുഗത്തിലാ? ധ്യാനത്തിലൂടെ കൃതയുഗം, യാഗങ്ങളിലൂടെ യജ്ഞങ്ങളിലൂടെ ത്രേതായുഗം, ദ്വാപരത്തിലാണ് പൂജ. ദ്വാപരയുഗത്തിൽ പൂജ കൊണ്ട് എല്ലാം സാധിക്കാമായിരുന്നു. പക്ഷേ ഈ കലികാലത്ത് നാമസങ്കീർത്തനം വേണം. അപ്പൊ എങ്ങനെയാ? ഇങ്ങനെയൊക്കെ പൂജാതി കർമ്മങ്ങളിലും
സമാധാനം കിട്ടാതെ മനഃശാന്തി കിട്ടാതെ ജനങ്ങൾ എങ്ങോട്ട് നീങ്ങും? ഈ തരം നാമസങ്കീർത്തനങ്ങളിലേക്ക് മാറും. നാമജപത്തിലൂടെ ഇപ്പൊ ഗുരുവായൂരങ്ങൾ ചെന്നു, അവിടെ നിൽക്കുക, ഒന്നുമില്ല കയ്യില്, എങ്ങനെയോ ഇവിടെ എത്തിക്കൂടാനുള്ള പൈസ കിട്ടി, ഒറ്റ രൂപ കാണിക്ക് സമർപ്പിച്ച് കൃഷ്ണ, അതൊന്നും പോരാന്നറിയാം, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, ഞാനൊരു കുചേലനാണേ. അപ്പൊ എന്താ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും വലുത്? ഭഗവാൻ എന്താ ഇഷ്ടം? നാമസങ്കീർത്തനം. അപ്പൊ അവിടെ നിന്ന് എന്താ ചൊല്ലണ്ടേ? കാഴ്ച ശീവേലിക്കൂ നിന്റെ നാമം, വീഴ്ച വരാതെ താളത്തിൽ പാടാം, കാഴ്ച വയ്ക്കാനില്ല വേറെയൊന്നും, താഴ്ചയിൽ നിൽക്കുമീവനു കണ്ണാ. നമ്മളെന്താ ചെയ്യുന്ന? വൈശാഖ ഗുരുവായൂർ പോണം, ഗുരുവായൂർ പോയല്ല ആയിരുന്ന വിചാരം. ഈ യാത്രകൾ മാത്രമല്ല, ഓരോ നിമിഷങ്ങളും ഗീതയിൽ എന്താ പറയുന്നത്? തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര, എന്നെ എല്ലാ സമയത്തും അനുസ്മരിച്ചു കൊണ്ടേ ഇരിക്കണം. അങ്ങനെ ആകുമ്പോ എപ്പോഴാ വിളിക്കണ്ടേന്ന് പലരും ചോദിക്കുന്നുണ്ട്. രാത്രിയും രാവിലെയും ഒക്കെ മാറി മാറിയിട്ട് അയ്യോ നട്ടപ്പാതിരിക്ക് പാടുണ്ടോ? നാരായണീയ ആദ്യം തന്നെ പറയുന്നുണ്ട്, കാലദേശാവദിവ്യാം, കാലം ദേശവും ഒന്നും നോക്കണ്ട, നമുക്ക് എല്ലാവർക്കും ശുദ്ധിയുടെ പേര് പറഞ്ഞ് മാറ്റി നിർത്തും. എന്താ പറയുന്നത്? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും എല്ലാവർക്കും ജപിക്കാം രാമമന്ത്രം, നാരായണ നാമം, ഭഗവത് നാമങ്ങൾ അങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ജന്മം കിട്ടിയത്. എല്ലാവർക്കും സംശയമായി, എന്തിനാ അപ്പൊ ജനിച്ച്? കുട്ടികളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു നോക്കൂ, അയ്യോ അവർക്ക് മടിയാ, വെയ്യ, ഒന്നുകൂടി ഷൂന്ന് എഴുതി കിടക്കും. പ്രത്യേകിച്ച് സ്കൂളിൽ കൂട്ടിയ കാലല്ലേ, ഇപ്പൊ നേരത്തെ എഴുന്നേറ്റ് കുളിക്കില്ല. ഈ ഒരു യുവതലമുറ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെ നമുക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം? അതിനുള്ള ഒരു ക്ലാസ്സാണ് ശരിക്കും നമുക്ക് കിട്ടേണ്ടത്. നമ്മളിപ്പോൾ ഒരുപാട് വർഷം ഇങ്ങനെ ഭാഗവതം കേട്ടു, സപ്താഹം നടത്തി, എന്നിട്ടും നമ്മളുടെ യുവതലമുറ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ ശാന്തി ഇല്ലാത്ത കേന്ദ്രങ്ങളായി മാറുന്നു. അതെങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ച് ഇന്ന് വിശദമായിട്ട് പറയാം. നമ്മുടെ ഈ കാലഘട്ടത്തില് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുവതലമുറ എല്ലാവരും വഴി തെറ്റാം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഇവിടെ നോക്കൂ, നമുക്കിത് കേൾക്കാൻ കുട്ടികളെ കിട്ടില്ല. കുട്ടികൾ വന്നാലും അവർക്ക് ശ്രദ്ധ കുറയും. ഈ ശ്രദ്ധ കുറയുന്ന, ശുദ്ധി കുറയുന്ന കലികാലത്തിൽ എങ്ങനെ നമുക്ക് അവരെ നമ്മോട് ചേർത്ത് നിർത്താം? അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് മഹാഭാരതം എന്ന മഹത്തായ ഇതിഹാസത്തിൽ ഒരു ചെറിയ കഥയുണ്ട്. ആ കഥയിലൂടെ ഒരുപാട് തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഭാഗവതത്തിൽ ഒരുപാട് കഥകളുണ്ട്, പക്ഷേ ഈ 7 ദിവസം നിങ്ങൾ അത് തന്നെയാ കേൾക്കണേ. അപ്പോൾ വൈകുന്നേരം വരെ ഇത് തന്നെ കേട്ടു. അതുകൊണ്ട് കൃഷ്ണ കഥകളേക്കാൾ ഒന്നുകൂടി നല്ലത് ഈ മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ഒരു കഥയായിരിക്കും. കഥ പറയാം, കുട്ടികളൊക്കെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ച്യവന മഹർഷി എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ എൻ്റെ ടീച്ചറെ ച്യവനപ്രാശമൊക്കെ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരമ്മ. ച്യവനപ്രാശമല്ല, ച്യവന മഹർഷി. ഗോകുലലേഖ്യവും അതുമൊക്കെ കാണുമ്പോൾ അതിൽ വരുന്ന അതൊക്കെ ബിസിനസ്സാണേ, വേറൊന്നുമല്ല. നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ കുറേ ലേഖമൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കഴിച്ചു. ച്യവന മഹർഷി എന്ന് പറഞ്ഞ ഒരു മഹാതപസ്സീശ്വരൻ ഉണ്ടായിരുന്നു. അതിനു മുമ്പായിട്ട് ഈ കഥയുടെ സന്ദർഭം വരുന്നത് മഹാഭാരതം എത്ര ദിവസം യുദ്ധം ഉണ്ടായത്? കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം നീണ്ടു നിന്നു. ഓരോ മഹാരഥന്മാരും താഴെ വീണു. കൃഷ്ണൻ പാണ്ഡവ പക്ഷത്തുള്ളത് കൊണ്ട് അർജുനൻ മുന്നേറിക്കൊണ്ടേയിരുന്നു. എന്താ അതിന് മനസ്സിലാക്കണ്ടേ? നമുക്ക് 11 അക്ഷൗഹിണിപ്പണ എന്നും തന്നില്ലെങ്കിലും കൃഷ്ണൻ എൻ്റെ കൂടെ പോന്നാൽ മതി, ഭഗവാൻ കൂടെയുണ്ടോ സർവ്വതും നടക്കും എന്നാ മനസ്സിലാക്കണ്ടേ. ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ മഹാനായ ഭീഷ്മ പിതാമഹൻ നിലംപതിച്ചു. ശരശയ്യയിൽ അങ്ങനെ കിടക്കുക. എന്തിനാ കിടക്കണേ? ഉത്തരായനം കാത്ത് കിടക്കുകയാണ്. സ്വർഗാരോഹണത്തിന് എപ്പോഴാണോ മരിക്കണം എന്ന് ആഗ്രഹിച്ച് അപ്പം മരിക്കാനുള്ള സിദ്ധി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അച്ഛനോട്. എന്ത് കാരണമാണ് കിട്ടിയത്? കഥയൊക്കെ ആദ്യം വരുന്നുണ്ടല്ലോ. കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവർക്ക് സർവ്വതും ലഭിക്കുന്ന. പണ്ട് മുത്തശ്ശി പറയും, കുടുംബം നോക്കിയാൽ കാശിക്ക് പോണ്ടാന്ന്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഗൃഹസ്ഥര് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നും പറയുന്നു. ഇവിടെ ഭീഷ്മ പിതാമഹ ചോരയൊലിച്ച് കൂർത്തുമൂർത്ത ശരശയ്യയിൽ അങ്ങനെ കിടക്കുക. അങ്ങനെ കിടക്കുന്ന സമയത്ത്
ധർമ്മപുത്രർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാ. ഈ ശാന്തി പർവം ഒക്കെ എത്തുമ്പോൾ ഓരോ ചോദ്യങ്ങളും നമ്മുടെ സംശയങ്ങളാണ്, നമ്മുടെ യുവതലമുറയുടെ സംശയങ്ങളാണ്. നമുക്കും അറിയില്ല പറഞ്ഞു കൊടുക്കാൻ. ഇങ്ങനെ കിടക്കുന്ന ഭീഷ്മ പിതാമഹനോട് ചോദിക്കുകയാണ് ധർമ്മപുത്രർ, ഹേ പിതാമഹ, എനിക്ക് ഒരു സംശയമുണ്ട്. സഹവാസത്തിന്റെ ഗുണം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരുമോ? അതുപോലെ നമ്മൾ ഹൈന്ദവരെല്ലാം ഗോദാനം, പശുക്കളെ സംരക്ഷിക്കൽ എല്ലാം വളരെ പുണ്യമായി കരുതാൻ എന്താണ് കാരണം? ഇങ്ങനെ രണ്ട് ചോദ്യം ഒന്നിച്ചാണ് ചോദിച്ചത്. ഈ ചോദ്യം കേട്ടതോടുകൂടിയിട്ട് ആചാര്യൻ ചിരിച്ചു. ശരശയ്യയിൽ വേദനിക്കുന്ന ശരീരത്തിൽ കിടന്ന് ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടാൻ പോകുന്ന ഭീഷ്മ പിതാമഹൻ, ഇത് നമുക്കുള്ള ഒരു ഉപദേശം. ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് നീ മരണത്തെ നേരിടണം. നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾക്ക് ഉടമകളാലേ. ഇപ്പോൾ ഇരിക്കുന്നവർ പലരും ഫാക്ടറി ഉടമകളാവും, കടകളുടെ ഉടമകളാവും, ഒന്നുമില്ലെങ്കിൽ വലിയൊരു വീടിന് ആധാരത്തിന് ഉടമയായിരിക്കും. പക്ഷേ രണ്ട് തരത്തിൽ നാം ഉടമകളാവണം എന്ന് ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയാം. ഒന്ന്, നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷം, സന്തുഷ്ടമായ ഒരു മനസ്സിന് നീ ഉടമയായിരിക്കണം. അതുപോലെ ആനന്ദം നിറഞ്ഞ ഒരു മനസ്സ് പോലെ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണം? സമാധാനം, മനഃശാന്തി ഉണ്ടായിരിക്കണം. ഇങ്ങനെ സന്തോഷത്തോടുകൂടി മരണത്തെ നേരിടുന്ന ഭീഷ്മ പിതാമഹനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, സഹവാസത്തിന്റെ ഗുണം എന്താണ് എന്ന്. അപ്പൊ പറയാണ്, ഇങ്ങനെ പണ്ട് ഒരു മഹർഷി ഉണ്ടായിരുന്നു. മഹർഷിയുടെ പേരാണ് ച്യവന മഹർഷി. ച്യവന മഹർഷി, സമ്മതിച്ചു, ഒക്കെ തലകുലുക്കി കേൾക്കുക. ഈ ച്യവന മഹർഷി ഭൃഗു വംശത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഭൃഗു വംശത്തിൽപ്പെട്ട ച്യവന മഹർഷി ഒരു ദിവസം ഈ തപസീശ്വരന്മാർക്ക് അപ്പം എന്താണോ തോന്നുന്നത് അവരതങ്ങോട്ട് ചെയ്യുക. ജലാശയത്തിൽ മുങ്ങിക്കിടന്ന് ഒരു വ്രതം അനുഷ്ഠിക്കണം എന്ന് തോന്നി. അങ്ങനെ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി ഒരു ജലാശയം തിരഞ്ഞ് കാട്ടിലൂടെ യാത്രയായി. വലിയൊരു ജലാശയം കണ്ടു, അവിടെ ഇറങ്ങി. ഏതായാലും ഇത് നല്ല ഭംഗിയുണ്ട്, ഒരുപാട് വിസ്താരമുണ്ട്, ആഴുണ്ട്, ഇവിടെ മുങ്ങിക്കിടന്ന് വ്രതം എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങടെ ഇറങ്ങിപ്പോയി ചമ്മണം പടിഞ്ഞിരുന്നു. ധ്യാനത്തില് ചിന്മുദ്രയൊക്കെ പിടിച്ച് അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ച്യവന മഹർഷി, പുതിയൊരു സാധനം വെള്ളത്തിൽ വീണാല് മീനുകളൊക്കെ ഓടി വരൂല്ലേ? കുറേ ജീവജാലങ്ങളുണ്ട് വെള്ളത്തില്. ഈ ജലജീവികളെല്ലാം ഓടി വന്നു. ഈ മഹർഷിയുടെ ചുറ്റുപാടും മീനുകളൊക്കെ അങ്ങനെ, മത്സ്യങ്ങളൊക്കെ ഓടി നോക്കി, ഒന്ന് കൊത്തി വലിച്ചൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ എല്ലാ ഭാഗത്തു കൂടെയും പലതരം ജീവജാലങ്ങളും വന്നു. നമ്മളെന്താ വിചാരിക്കുക, ഒരാള് ജലാശയത്തിൽ വീണ് കഴിഞ്ഞാൽ വലിയ ജലജീവികൾ, മനുഷ്യനെ കഴിക്കാൻ പറ്റുന്ന തിമിംഗലങ്ങളൊക്കെ ഉള്ള ജല സ്രോതസ്സുകളുണ്ട്. ഇവിടെ അത്ര വലിയ ജീവജാലങ്ങൾ ഇല്ലെങ്കിലും വലിയ വലിയ മീനുകളും തവളകളും മാക്രികളും എല്ലാം വന്നു. വന്ന ജീവജാലങ്ങൾക്കെല്ലാം ഈ ഐശ്വര്യവാനായ ആ മഹർഷീശ്വരനെ കണ്ടപ്പോൾ ഉപദ്രവിക്കാൻ തോന്നിയില്ല. കണ്ണുകൾ അങ്ങനെ പകുതി അടച്ച് ധ്യാനത്തിലിരിക്കുക. ആ കണ്ണുകൾ കരുണാർദ്രമായിരുന്നു. അതായത് ദയ വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളായിരുന്നു അദ്ദേഹത്തിന്. അത് കഴിഞ്ഞ് ചുണ്ടിലേക്ക് നോക്കിയപ്പോഴോ മന്ദസ്മിതം പൊഴിക്കുന്ന ചുണ്ടുകൾ. മഹർഷീശ്വരന്മാരുടെ ലക്ഷണം, മഹത്തുക്കളുടെ ലക്ഷണം. മാത്രമല്ല സ്നേഹാർദ്രമായ മുഖം. ഇതെല്ലാം കണ്ടപ്പോൾ ഈ ജീവജാലങ്ങൾക്കെല്ലാം മഹർഷീശ്വരനോട് വല്ലാത്ത ഒരു ഇഷ്ടം, ഒരു ബഹുമാനം തോന്നി. മത്സ്യങ്ങൾക്ക്, കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളാണല്ലോ, അവർക്ക് കുറച്ചുകൂടി ബഹുമാനം തോന്നി ഇത്രേ ഈ മഹർഷീശ്വരനോട്. ചിലർക്ക് അങ്ങനെയാ, ചിലരോട് വലിയ പ്രിയായിരിക്കും. ഇങ്ങനെ ഇവരെല്ലാ ദിവസവും രാവിലെയാ വരും. മഹർഷി ഗംഭീര തപസ് വ്രതത്തിലാ. ഓരോ ജീവജാലങ്ങളും അങ്ങനെ കയറി വരും രാവിലെ. അന്ന് ഇവിടെ ഉണ്ടോ നോക്കും.
കൈയിൻ്റെ ഇടയിൽ കൂടെ ഒന്നങ്ങോട്ട് പോത്രേ. ചെറുങ്ങനല്ലേ ഇരിക്കണത്. ചില മീനുകൾ ഇതേ പോവും, ചിലത് കവിള് തൊട്ടി ആ വാലൊക്കെ മേലൊക്കെ തൊടിയിക്കത്രേ. പുറത്തൊക്കെ ഒന്ന് ഇങ്ങനെ തൊടിയിച്ചിട്ടേ. പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ, നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ മേലെ മനഃപൂർവ്വം ഒന്ന് തൊടുമല്ലോ. അതുപോലെ ഈ മീനുകളൊക്കെ ഇയാളുടെ മേലൊക്കെ തൊട്ട് അങ്ങനെ ആ മഹർഷീശ്വരനും ഇതൊരു സന്തോഷമായി. കാരണം നല്ല സുഖമല്ലേ ഇവരുടെ ഈ തലോടലൊക്കെ. ധ്യാനത്തിൽ നിന്ന് ഉണരുന്ന സമയത്തൊക്കെയാണ് ഈ മീനുകൾ ഈ വക കുസൃതി ഒപ്പിക്കുന്നത്. അതന്നെ ഒരു സന്തോഷം. അപ്പോൾ എന്നും രാവിലെ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ നോക്കൂത്രേ. എന്നും വരുന്നവരൊക്കെ വന്നിട്ടില്ലേ, പല നിറത്തിൽ വാലൊക്കെ ഉള്ള പല തരത്തിലുള്ള മീനുകളൊക്കെ വരുന്നുണ്ട്. മീനുകളോട് ഇയാൾക്കൊരു പ്രത്യേക ഇഷ്ടം മറ്റ് ജീവജാലങ്ങളോടുള്ളതിലും അധികം ഒരു ഇഷ്ടം. ഇങ്ങനെ കുറേ കാലം വ്രതം അനുഷ്ഠിച്ച് ആ വെള്ളത്തിനുള്ളിൽ അവിടെ കിടന്നു. ഒരു ദിവസം ഒരു കൂട്ടം മുക്കുവര്, നിഷാദന്മാർ എന്ന് പറയും, മീൻ പിടിക്കാൻ വേണ്ടി കുറേ വലകളായിട്ട് വന്നു. ആ വലകളായിട്ട് വന്ന് 4 പുറത്തു നിന്നും എന്ത് ചെയ്തു, വല അങ്ങോട്ട് വീശി. 4 പുറത്തുനിന്നും വല വീശിയ സമയത്ത് ഇവരിത് വലിച്ച് കയറ്റാൻ തുടങ്ങുക. 4 പുറത്തുനിന്നും വലിക്കുമ്പോൾ ഇത് ഭാരം കാരണം പൊങ്ങണില്ല. സാധാരണ വല വീശി ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ. കുറേ കാലമായിട്ടല്ലേ ഇവിടെ വല ഇടുന്നത്. അപ്പോൾ വലിയ മീൻ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടി ഒരു വശത്ത് വന്ന് ആഞ്ഞു പിടിച്ച് വലിച്ച് കരക്കി കയറ്റി. വലിയ മീനുണ്ടായിരുന്നു. അതിലാരാ? ഈ മഹർഷിയെ കണ്ടപ്പോൾ മുക്കുവന്മാർക്ക് ആകെ ബേജാറായി. മീനുകളൊന്നും പിന്നെ അവർ നോക്കിയില്ല. അയ്യോ മഹർഷിയെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പം മഹർഷീശ്വരൻ തുറന്നു വിടാൻ തുടങ്ങിയപ്പോൾ പറയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടിമയാണ്. കാരണം നിങ്ങളുടെ ജോലി എന്താ? വല വീശി മീൻ പിടിക്കല. നിങ്ങളുടെ ഉപജീവനം അങ്ങനെയാ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വല വീശി കിട്ടിയ ഒരു വസ്തുവിൻ്റെ അതേ ഒരു വില എനിക്കുള്ളൂ. അതുകൊണ്ട് എന്നെ നിങ്ങൾ എന്താണോ ഈ മീനുകളെ ചെയ്യാൻ പോകുന്നത്, ആ മത്സ്യങ്ങളെ പോലെ എന്നെ ചെയ്യണം. നിങ്ങൾ ഒരുപക്ഷെ ഈ മത്സ്യങ്ങളെ കൊല്ലും, എന്നിട്ട് വിൽക്കും. അതുപോലെ എന്നെ നിങ്ങൾക്ക് കൊല്ലണമെങ്കിൽ കൊല്ലാം, അല്ല വിൽക്കാനാണ് താല്പര്യമെങ്കിൽ ആർക്കെങ്കിലും വിറ്റോളൂ എന്നൊക്കെ പറഞ്ഞു. ആകെ കൂടെ പ്രശ്നമായി, വിഷമായി. ഒരു മഹർഷീശ്വരനായി ഇങ്ങനെ പറയുന്നേ. പേടിച്ചു. മുക്കുവന്മാരല്ലേ, അന്ന് രാജഭരണ. ഇവരെന്ത് ചെയ്തു? 4 പേര് ഇവിടെ നിർത്തി ബാക്കി എല്ലാവരും കൂടി രാജകൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു. രാജസദസ്സിൽ ചെന്നിട്ട് രാജാവിനെ വിവരം അറിയിക്കുക. രാജാവിനോട് തപസ്സീശ്വരൻ എന്ന് കേട്ടപ്പോഴേക്ക് പിന്നെ ഒന്നും ചിന്തിച്ചില്ല. രാജാവ് ഇറങ്ങി ഒരൊറ്റ നടത്താം. പേര് പോലും വിളിച്ചില്ല. അത്രയും ബഹുമാനാണ് മഹർഷീശ്വരന്മാരോട്. രാജർഷിയാണ് അന്നത്തെ രാജാക്കന്മാർ. ഇപ്പോഴത്തെ മന്ത്രിമാരെ പോലെയല്ല. അവർക്ക് എന്താ, ഇപ്പോഴുള്ള നമ്മുടെ മന്ത്രിമാർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പ്രജകൾ അനുഭവിക്കേണ്ടി വരുന്നത്. അന്നുള്ളവർ എല്ലാം പഠിച്ച് പണ്ഡിതന്മാരായതിനു ശേഷമാണ് രാജാവാവുക. അങ്ങനെ രാജാവ് നല്ല നടത്തം. എങ്ങോട്ടാ? കാട്ടിലേക്ക് നടക്കുക. രാജാവ് നല്ല സ്പീഡിൽ അങ്ങനെ നടക്കുന്നു. പ്രജകളും കിങ്കരന്മാരും ഈ മുക്കുവന്മാരും ഒക്കെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നതും രാജാവ് ഈ തപസ്വീശ്വരനെ കണ്ടതും സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. ഹേ മഹർഷേ, അടിയങ്ങളോട് പൊറുക്കേണമേ, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞു. എന്താണ് അങ്ങേക്ക് വേണ്ടത്? എന്ത് ഇഷ്ടം ചെയ്യാനും ഞാൻ തയ്യാറാണ്, പറഞ്ഞോളൂ എന്ന് പറയാം. സമയത്ത് മഹർഷീശ്വരൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മുക്കുവന്മാരാണ് ഇപ്പോൾ എൻ്റെ ഉടമ. അവരെന്നെ വല വീശി പിടിച്ചതാ. അവരുടെ ഉപജീവനം മത്സ്യം വിറ്റ് ജീവിക്കല. ഈ വല വീശി പിടിക്കുന്ന മത്സ്യത്തെ അവരെല്ലാം വളരെ കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് എൻ്റെ വില എത്രയാണോ അത് അങ്ങ് ഈ മുക്കുവന്മാർക്ക് നൽകി എന്നെ സ്വതന്ത്രനാക്കണം. അത് പറഞ്ഞപ്പോൾ രാജാവല്ലേ, ഇഷ്ടം പോലെ പണമുണ്ട്. കൂടെ വന്നവരോട് പറയാ, കിങ്കരന്മാരോട്. ഒരു മന്ത്രിമാരോട് ചോദിച്ചു, എന്താ ചെയ്യണ്ടേ? കൂടി ആലോചിക്കൂലോ. മന്ത്രി പറഞ്ഞു, 1000 നാണ്യം കൊടുത്തോളൂ. 1000 നാണ്യം കൊടുക്കാൻ പറഞ്ഞു മുക്കുവന്മാർക്ക്. അപ്പോ ഈ മഹർഷീശ്വരൻ പറഞ്ഞു, അയ്യോ രാജാവേ, അത് എൻ്റെ വിലയായിട്ടില്ല കേട്ടോ, അത് പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വാങ്ങിച്ചു. എങ്കിൽ നമുക്ക് 1000 കഴിഞ്ഞാൽ പിന്നെ ഒരു 10000 നാണ്യം കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, അയ്യോ രാജാവേ, എൻ്റെ വില ആയില്ല കേട്ടോ, എനിക്ക് അതൊന്നുമല്ല വില. പിന്നെന്താ, 1000 10000 കഴിഞ്ഞു, ലക്ഷം കൊടുത്തു, അപ്പോഴും ഇതന്നെ പറഞ്ഞു. കോടി കൊടുത്തപ്പോഴും ഇത് തന്നെ പറഞ്ഞു. കൊണ്ടുവന്ന കാശ് തീർന്നു. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. എന്താ ചെയ്യണ്ടേ? മന്ത്രിമാരോട് ചോദിച്ചു. നമുക്ക്
രാജ്യസഭ വിളിച്ചു കൂട്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുക. ഇപ്പൊ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണ്ട, ഇവരിവിടെ ഇരിക്കട്ടെ. തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് നടന്നു. അവിടെ വന്നു. ആരവിടെ? രാജ്യസഭ കൂടി. സഭ കൂടുമ്പോൾ ആരൊക്കെ ഉണ്ടായിരിക്കും? ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ശ്രേഷ്ഠന്മാരായ വ്യക്തികളുണ്ട്, മന്ത്രിമാരുണ്ട്. ഇവരെല്ലാവരും കൂടി പല പല അഭിപ്രായങ്ങളും പറഞ്ഞു. സ്വർണം കൊടുക്കാം, പണ്ടം കൊടുക്കാം, രത്നം കൊടുക്കാം, പവിഴം കൊടുക്കാം എന്നൊക്കെ പലരും പറഞ്ഞപ്പോ അതിൽ ഒരു മഹർഷീശ്വരൻ ഉണ്ടായിരുന്നു. പണ്ടുള്ള രാജ്യസഭയിലൊക്കെ, ഇന്ന് നമ്മുടെ രാജ്യസഭയിൽ ഇല്ലാത്തൊരു കാര്യം അതാണ്, വിവരമുള്ളവരുണ്ടാവില്ല. വിവരമുള്ളവരെന്തേലും പറഞ്ഞാൽ എടുക്കൂല. ആ വിവരമുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഗോവിൽ നിന്നും ജനിച്ചതാ. ഒരു പശു പ്രസവിച്ചിട്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ മഹാത്മ്യത്തിൽ ഗോകർണന്റെ ജനനം കണ്ടില്ലേ? പശു പ്രസവിച്ചിട്ടല്ലേ കുട്ടി ഉണ്ടായത്. പണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. ആ സമയത്ത് ഗോവിൽ നിന്നും പ്രസവിച്ചുണ്ടായ ആ മഹർഷീശ്വരൻ എഴുന്നേറ്റ് വിനയത്തോടുകൂടി, രാജാവേ അങ്ങേക്ക് വന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ, അങ്ങ് ഒരു പശുവിനെ, ഒരു ഗോവിനെ ആ മഹർഷിക്ക് തുല്യമായി കൊടുക്കണം. ചോദിച്ചു, എന്താ അങ്ങനെ പറയണേ? അതോ ദ്വിജന്മാർ, അതായത് ഈ മഹർഷീശ്വരൻ എന്ന് പറഞ്ഞാൽ ദ്വിജൻ, ബ്രാഹ്മണന, ജാതി ശ്രേഷ്ഠരായ ദ്വിജന്മാർക്ക് തുല്യമായി നാണ്യങ്ങൾ ഒരിക്കലും വിലമതിക്കില്ല. അവർക്ക് തുല്യമായ വില കിട്ടണമെങ്കിൽ അതുല്യമായ വിലയുള്ള ഒരു ഗോവിനെ അങ്ങ് കൊടുത്താൽ മതി. വിവരമില്ലാത്തോണ്ടാ അപ്പൊ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അത് മതിയോ? എത്ര പശുക്കൾ വേണമെങ്കിലും ഉണ്ട് ഇവിടെ. നമുക്കൊരു പശുവിനെയും കൊണ്ട് പോവാം. അവരെല്ലാവരും കൂടി ഒരു പശുവിനെയും കൊണ്ട്, ഈ ബ്രാഹ്മണനും കൂടെ പോന്നിരുന്നു. കിങ്കരന്മാരൊക്കെ ഒരു പശുവിനെ, നല്ല ഐശ്വര്യമുള്ള അഴകൊത്ത പശുവിനെ നടത്തി അങ്ങനെ ഈ മുക്കുവന്മാർ നിന്ന ജലാശയത്തിൻ്റെ അവിടെ വന്നു. എന്നിട്ട് പറയാണ്, ഹേ മഹർഷേ, അങ്ങേക്ക് വില ഞാൻ മതിച്ചിരിക്കുന്നു. ഒരു ഗോവിനെ അങ്ങേക്ക് പകരമായി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. സന്തോഷായോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹർഷീശ്വരൻ ചിരിച്ചിട്ട് പറഞ്ഞു, സന്തോഷായി. കാരണം ഗോക്കളേക്കാൾ വിലമതിക്കുന്നതായി ഇവിടെ ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ധർമ്മപുത്രരുടെ? എന്തുകൊണ്ടാണ് ഹൈന്ദവൻ പശുവിനെ, ഗോവിനെ ഇത്രയും പുണ്യമായ മൃഗമായി കരുതുന്നത്? അതിന്റെ ഉത്തരാണ് പിന്നെ പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് പശുവിനെ ദാനം ചെയ്താൽ വിലമതിക്കാത്ത സമ്പത്താണ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു രാജാവ് അപ്പോ ഈ മഹർഷിയോട് തന്നെ. അപ്പൊ മഹർഷീശ്വരൻ പറയാ, ഈ ലോകത്തിൽ വിലമതിക്കാനാവാത്ത സമ്പത്ത് എന്ന് പറയുന്നത് ഗോമാതാവാണ്. കാരണം ഒന്നാമതായിട്ട് ഒരു പശുവിനെ പരിപാലിക്കുക, പശുവിനെ കുറിച്ച് നല്ലത് സംസാരിക്കുക, പശുവിനെ കുറിച്ച് പറയുന്ന കാര്യം കേൾക്കുക, ഇതെല്ലാം പുണ്യമായ കാര്യമാണ്. സ്നേഹത്തോടെ ഒരു പശുവിനെ നോക്കിയാൽ തന്നെ പുണ്യമാണ്. അപ്പൊ എന്താ കാരണം ചോദിച്ചു. കാരണം ഈ ചാണകം നമുക്ക് പവിത്ര എന്ന് പറയൂലോ, അതിന് വേറൊരു കഥ വരുന്നുണ്ട്. അതില് പറഞ്ഞു കൊടുക്കുകയാണ്, ലക്ഷ്മി ഭഗവതി ഈ ഗോവിന്റെ ചാണകത്തിലും മൂത്രത്തിലും വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് തുല്യമാണ് പശു. അതിനപ്പുറം നിങ്ങളൊരു ഗോദാനം നടത്തിയാൽ സകല പാപങ്ങളും തീരും, മഹാപുണ്യം ലഭിക്കും. പ്രത്യേകിച്ച് വൈശാഖ മാസത്തൊക്കെ ദാനധർമ്മം, പശുവിനെ ദാനം ചെയ്ത് അത്രയും നല്ലതാന്നാ പറയാ പശുദാനം. ഇപ്പൊ നമ്മൾ എന്താ പശുദാനം ചെയ്യാ? മരിക്കുന്നില്ല ടീച്ചറെ, ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ ചോദിച്ചിട്ട് വിളിക്കും ചിലര്. ആലോചിച്ചു നോക്കൂ, നമ്മളുടെ മുത്തച്ഛനാ നമ്മളെ ചെറുതാവുമ്പോ നടത്തിക്കൊണ്ടുപോയ, പിച്ച വെക്കാൻ പഠിപ്പിച്ച മുത്തച്ഛൻ മരിക്കാഞ്ഞിട്ട് മൂന്നാമത്തെ തലമുറ ബുദ്ധിമുട്ടുക. അതിന്റെ എല്ലാവരും ജോലിക്കാരാ, ആർക്കും ലീവില്ല. കമ്പനിയിൽ നിന്ന് ചീത്ത പറയാൻ തുടങ്ങി വിളിച്ചിട്ട് ആകെ ടൂബാണ്, ഈ കിടക്കുന്നുണ്ട് എന്നുള്ളൂ, ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അപ്പോഴാണ് പറയാ, ഒരു പശുദാനം അങ്ങോട്ട് ചെയ്തോളൂ. അയ്യോ പശുവിനെയൊക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല കേട്ടോ എന്ന് പറയുമ്പോഴാണ് ഒരു ഇണത്തോർത്തോ അല്ലെങ്കിൽ ഡബിൾ മുണ്ടോ, പണ്ടൊക്കെ ഇണത്തോർത്താ, തിരുമേനി ആ ഇണത്തോർത്ത് ചുറ്റി പൂജ നടത്തിയാൽ മതി, നമ്മുടെ ദോഷമൊക്കെ തീരും. അതിലൊരു 101 രൂപ, ഇപ്പൊ 501ലേക്ക് അങ്ങോട്ട് കയറി. ഇതാണ് പശുദാനം. പക്ഷെ പശുവിനെ തന്നെ ദാനം ചെയ്യണം എന്നാ. അതുപോലെ ദുരിതം തീരാതെ മരിക്കാതെ കിടക്കുമ്പോ പലരും പല വഴിപാടും പ്രാർത്ഥിക്കും. പക്ഷെ പിന്നെ ആ തിരക്കിലെ ജീവിതം, തിരക്ക് പിടിച്ച ജീവിതമല്ലേ, മറന്നു പോകുന്നവർക്ക് വേണ്ടി പറയുന്ന ഒരു പരിഹാര, ഒരു പിടിപ്പണം
എണ്ണാതെ ഭണ്ഡാരം ചാർത്താൻ പറയും. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാഴ്ച കഴിഞ്ഞ് വിളി വരും കേട്ടോ. അതൊരു സത്യം. കാരണം ഗായത്രി ജപിക്കുന്ന, സന്ധ്യാവന്ദനം ചെയ്യുന്ന, ഈശ്വര കഥകൾ പറയുന്ന, ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന മഹത്തുക്കൾ പറയുന്ന വാക്കുകൾ ഭഗവാൻ സത്യമാക്കി തീർക്കുന്നതാ. ടീച്ചർക്ക് പവറൊന്നുമില്ല. പിന്നെ ഇങ്ങനെ വന്നു ഗോവിനെ കുറിച്ച് പറയാൻ തുടങ്ങാം. പിന്നെ എന്താ പ്രത്യേകത ചോദിച്ചപ്പോ, പശുദാനം ചെയ്താൽ രാജാവേ സകല പാപങ്ങളും നീങ്ങും, അതുപോലെ തന്നെ മഹാപുണ്യമാണ്, പ്രത്യേകിച്ച് ഇത് വൈശാഖ മാസമല്ലേ. ഇങ്ങനെ പറഞ്ഞു. പിന്നെ എന്താന്ന് ചോദിച്ചപ്പോ, ഈ പശുക്കളെ നോക്കൂ, ഭൂമിയിൽ പശു ഇല്ലെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ കുട്ടി പാല് കുടിക്കില്ല അല്ലെ? അമ്മമാരൊക്കെ ഇപ്പൊ ജോലിക്ക് പോവാ, കുപ്പിപ്പാല് വേണം നമുക്ക്. രാവിലെ എന്താ മിൽമ പറയണത്? കണി കണ്ടുണരുന്ന നന്മ അല്ലേ? അപ്പോ മിൽമ ഇല്ലാതെ വയ്യ. അത് ആര് വേണം? പശു വേണം. പശു ഇല്ലാതെ ഒരു യാഗങ്ങളോ യജ്ഞങ്ങളോ നടത്താൻ നമുക്ക് കഴിയില്ല. പണ്ടുള്ള യുഗങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, യാഗങ്ങളും യജ്ഞങ്ങളും വേണ്ട. ഇപ്പൊ തന്നെ നമ്മൾ വേദിയിൽ നോക്കൂ, നെയ്വിളക്ക് നിർബന്ധ. നമ്മൾ ചെയ്യുമ്പോൾ ഒരു നെയ്വിളക്ക് എന്തായാലും സപ്താഹ വേദിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ ആജ്യം എന്നാ പറയാ നെയ്യിന്. ഇവിടെ നമ്മള് അമ്പലത്തിനുള്ളിൽ ചെയ്യുന്ന പഞ്ചഗവ്യം എന്ന് പറയും. പശുവിൻ്റെ 5 സാധനങ്ങൾ, 10 മിനിറ്റ് ഇരുന്ന പുഴുവരിക്കുന്ന സാധനം ഈ 5ഉം കൂടി തിരുമേനി ചേർത്ത് വൈകുന്നേരം വരെ ആൽത്തറയിൽ വെച്ചാലും അതിൽ പുഴുവരില്ല. അതിൻ്റെ ഒരു മഹത്വം നോക്കൂ. പഞ്ചഗവ്യം സേവിച്ചു കഴിഞ്ഞാൽ സകല ഉദര രോഗങ്ങളും മാറുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. യോഗയിൽ റിസർച്ച് നടത്തി തെളിയിച്ചു. നമ്മുടെ ഇന്ത്യയുടെ യോഗ ലോകം മുഴുവൻ അംഗീകരിച്ച് സ്കൂളുകളിൽ പാഠ്യപദ്ധതിയിൽ നിർബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ പീരീഡും കൂടി കയറിയിട്ട് മാത്സ് പഠിപ്പിക്കുക. അതാണ് ഇന്ത്യക്കാരൻ. യോഗ ഇല്ല. CBSE-ലൊക്കെ നിർബന്ധമാക്കി സെൻട്രൽ ഗവൺമെന്റ്, പക്ഷേ യോഗ പീരീഡ് അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാ വാസ്തവം. ഒബ്സർവേഷനും അവർ വരുമ്പോൾ മാത്രം ഒരു പീരീഡ് യോഗ. അതിനത് അറിയുന്ന ഒരു ടീച്ചറെ വിളിച്ചു കൊണ്ടുപോകും. നമ്മുടെ ആരോഗ്യം ഇല്ലല്ലോ നമ്മുടെ കുട്ടികൾക്ക്. ഇനി മറ്റൊന്ന്, ഈ പശു നമുക്ക് തരുന്ന എല്ലാ സാധനവും കൽപ്പവൃക്ഷം പോലെയാ. പശുവിൻ്റെ പാല്, പശുവിൻ്റെ ചാണകം, ഗോമൂത്രം ഉരുട്ടിയിട്ട് ഗുളികയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആയുർവേദം അഥർവവേദത്തിന്റെ ഭാഗം, ആയുസ്സിന്റെ വേദ. വിദേശികൾ മുഴുവൻ അത് അന്വേഷിച്ച് നമ്മുടെ കോട്ടക്കിലേക്ക് ഇങ്ങോട്ട് വരും. നമ്മളെന്താ വിദേശത്തേക്ക് വേറുള്ളത് അന്വേഷിച്ച് പോകും. ഇതല്ലേ നടക്കുന്നത്? ഭാരതീയരുടെ കയ്യിലാ എല്ലതും ഉള്ളത്. ലോകം മുഴുവൻ ഭാരതത്തിന്റെ ജ്ഞാനത്തിനു മുന്നിൽ കൈനീട്ടി യാചിച്ചു നിൽക്കുന്ന ഒരു ദിവസം വരുന്ന അന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഗ്രന്ഥങ്ങളുടെ പുറകെയാണ്. നമ്മളോ ഇവിടെ വിട്ടിട്ട് എങ്ങനെ അമേരിക്കയിൽ സെറ്റിലാവാമല്ലേ, കുട്ടികളെ വിദേശത്തേക്ക് അയക്കാം, എന്തൊരു അഭിമാനത്തോടുകൂടിയാന്ന് ചിലർ പറയാ. മകൻ കാനഡയിലാ, രണ്ടാമത്തെ മോളെ എവിടെയാ? ഓസ്ട്രേലിയയിലാ. ഇന്ത്യയിൽ ആരും ഇല്ല, ഞങ്ങൾ 2 ആളുകൾ. ഞാൻ പറയും നന്നായേ ഉള്ളൂ, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഭാഗവതമായിട്ട് ഇവിടെ വന്നിരിക്കാലോ. അല്ലാതെ ഇപ്പോ അവരെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. വലിയ വിഷമത്തിലാ അവര് പറയാ, അല്ലെങ്കിൽ നല്ല അഭിമാനത്തിലാ ചെറുപ്പമാകുമ്പോ പറയാ, വയസ്സാകുമ്പോ പിന്നെ വിഷമായി. ഇങ്ങനെയൊക്കെ പറഞ്ഞു സമ്പത്തിനെ കുറിച്ച്. അതുകൊണ്ട് മനുഷ്യർക്ക് അന്നം നൽകുന്നത് ഗോമാതാവാണ്. ദേവന്മാർക്ക് ഹവിസ് നൽകുന്നത് ഗോമാതാവാണ്. അതുകൊണ്ട് ഗോക്കളെ പൂജിക്കണം. നമ്മൾ ഗോക്കളെ പൂജിക്കണം, ഗോക്കളെ നമിക്കണം, സ്നേഹത്തോടെ നോക്കണം എന്നാ പറഞ്ഞ്. കൂടാതെ ഈ ഗോക്കൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള കോണിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഗോവിനേക്കാൾ വിലമതിക്കുന്നതായി ഒന്നും തന്നെ ഇല്ല. ഒരു മഹർഷിയെ സംബന്ധിച്ചു അത് തന്നെ. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. ഈശ്വരൻ സംസാരിക്കുന്നത് പോലെയാ മഹർഷീശ്വരന്മാർ സംസാരിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടു, സന്തോഷമായി. ഏതായാലും ഈ മുക്കുവന്മാർക്ക് ഗോവിനെ കൊടുത്ത് രാജാവ് പോവാൻ വേണ്ടി തുടങ്ങുക. അപ്പൊ രാജാവ് തിരിഞ്ഞു നിൽക്കേണ്ടി വന്നു. കാരണം ഈ മുക്കുവന്മാർ ഇതൊക്കെ കേട്ടു നിന്നിട്ടേ രാജാവിനോടാ പറഞ്ഞത്. അവർക്ക് ബുദ്ധി ഉദിക്കുകയാണ്. ഒരു ഇത്തിരി സമയം, അതാണ് ആദ്യം ചോദിച്ചത്, സഹവാസത്തിന്റെ ഗുണം. ഒരു ഇത്തിരി സമയം മാത്രമാണ് ഈ മുക്കുവന്മാര് ഈ തപസ്സീശ്വരന്റെ കൂടെ നിന്നത്. അപ്പോ കുശലാന്വേഷണമൊക്കെ അവര് നടത്തിയിരുന്നു. ഈ മുക്കുവന്മാർ ഇത് കേട്ടു. ഗോദാനം ചെയ്താൽ മഹാപുണ്യ, സകല പാപവും തീരും. ഇവരെന്താ ചെയ്തോണ്ടിരിക്കണേ? രാവിലെ തുടങ്ങി മീൻ പിടിക്കല്. മീനിനെ കൊല്ലാണ് ചെയ്യുന്നത്. മഹാപാപല്ലേ ഒരു ജീവിനെ കൊല്ലുന്നത്. കാരണം
സർവഭൂത നിവാസോസേ വാസുദേവ നമോസ്തുതേ. സർവഭൂതങ്ങളിലും സർവ ജീവജാലങ്ങളിലും അന്തര്യാമിയായി കുടികൊള്ളുന്നത് ഈശ്വര ചൈതന്യമാണ്. അതാണ് ജീവൻ. ശരീരത്തെക്കുറിച്ച് ഈ കഥയ്ക്ക് ശേഷം പറയാട്ടോ. അങ്ങനെ ഇരിക്കുന്ന ഒരു ജീവനെ ഒരു ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഒരു കുട്ടി മരിച്ചു, അതിന് ജീവൻ കൊടുത്തേ പറ്റൂ. ചെറിയ കുട്ടിയാണെന്ന് ആലോചിച്ചോളൂ, നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഒരു ജീവൻ എടുക്കാനും നമുക്ക് അവകാശം ഇല്ല. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ മുക്കുവന്മാർ തമ്മിലൊരു കൂടിയാലോചന ഇതിൻ്റെ ഇടയിൽ നടത്തി. നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തൂലേ, എത്ര മീനുകളെ നമ്മൾ കൊന്നു, സകല പാപവും തീരുത്രേ. പശുവിനെ ദാനം ചെയ്ത ഈ സാധനം ഇപ്പം നമുക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളൊരാൾക്ക് ദാനധർമ്മം കൊടുക്കുമ്പോൾ അയാൾക്ക് ഉപയോഗപ്പെടാൻ പറ്റുന്നത് കൊടുക്കണം. മുക്കുവന്മാർക്ക് ഈ പശുവിനെ കിട്ടിയിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഈ മഹർഷീശ്വരൻ ഇതിനെ കൊണ്ടുപോയ ഈ പറഞ്ഞ മാതിരി ഹവിസാക്കാം, ഹോമം ചെയ്യുക, അതിനൊക്കെ ആവശ്യങ്ങൾ പാല് കിട്ടും, തൈര് കിട്ടും, നെയ്യ് കിട്ടും. ഇയാളെന്നെ കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് ഇതങ്ങോട്ട് ദാനം കൊടുത്താലോ എന്ന് അവരപ്പം തീരുമാനിച്ചു. അപ്പം പറഞ്ഞു, ഹേ മഹർഷീശ്വര, അങ്ങ് ഞങ്ങളെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമസ്കരിച്ചു മുക്കുവന്മാര്. അപ്പോൾ മഹർഷീശ്വരൻ ചിരിച്ചു. എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ, എല്ലാവരും എഴുന്നേൽപ്പിച്ചു. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടേ? ഞങ്ങൾക്കായി തന്ന പശുവിനെ അങ്ങേക്ക് ദാനം തരാണ്, അത് സ്വീകരിക്കണം. അത് സ്വീകരിച്ചാൽ മാത്രം പോരാ, ഞങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങളെ എന്ത് പറഞ്ഞ് എന്താ നിങ്ങൾക്ക് വേണ്ടേ? എന്ത് വരം വേണമെങ്കിലും ഞാൻ തരാം, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് പറയാണ്, ഞങ്ങളെ അങ്ങ് ഞങ്ങളുടെ സകല പാപങ്ങളും തീരാൻ വേണ്ടി അനുഗ്രഹിക്കണം. മാത്രമല്ല, ഗോദാനം ചെയ്താൽ സകല പാപം തീർന്ന് കഴിഞ്ഞാൽ ഗോവണി, എങ്ങോട്ടുള്ള ഗോവണിയാ? ഗോദാനം സ്വർഗത്തിലേക്കുള്ള ഓണിയാണെന്നല്ലേ പറഞ്ഞത്. അങ്ങോട്ട് ഒന്ന് പോണമെന്ന് വലിയ ആഗ്രഹമായിട്ടില്ലേ? ശരി, മഹർഷീശ്വരൻ പറഞ്ഞു, അതിനെന്താ, സമ്മതിച്ചു. നിങ്ങൾ ഈ മത്സ്യങ്ങൾ കിടക്കുന്ന കണ്ടോ? ഇവരെല്ലാം എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാ. കാരണം ഇവരെൻ്റെ മുന്നിലും പിന്നിലും തട്ടി തലോടി ആ സ്പർശ സുഖത്തിൽ ഞാൻ ഒരുപാട് രസിച്ചതാ. ഈ മത്സ്യങ്ങളെ എനിക്ക് കൈവിടാനാവില്ല. അതുപോലെ ഇപ്പം നിങ്ങളും ഈ മത്സ്യങ്ങളെ പോലെ സ്വർഗത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ് വായടച്ചതേ ഉള്ളൂ. ഈ മത്സ്യക്കുട്ടികളെല്ലാം ഉണർന്നു നീട്ട പോലെ അതുപോലെ ഈ മുക്കുവന്മാരും ഉയർന്നു പൊങ്ങി സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോയി. ഇത് കണ്ടു ആര്? കൂടെയുള്ള ആ ഗോവിൽ നിന്നും പിറന്ന മഹർഷിയും രാജാവും തിരിഞ്ഞു നിന്നിട്ട്, ഇവര് സംസാരിക്കുന്ന കണ്ടപ്പോൾ തിരിഞ്ഞു നിന്നതാ. അപ്പൊ രാജാവ് ഇങ്ങോട്ട് തിരിച്ചു വന്നു, വീണ്ടും അങ്ങോട്ട് നമസ്കരിച്ചു. ഹേ മഹർഷേ, എന്നെയും അനുഗ്രഹിക്കണം. എന്തിനാ അനുഗ്രഹിക്കണ്ടേ? അങ്ങേക്ക് എന്ത് വരാ വേണ്ടേ ചോദിച്ചു. സ്വർഗത്തിൽ പോണമെന്നൊന്നും ചോദിച്ചില്ല. രാജാവല്ലേ, പ്രജകൾ അനാഥനാവില്ലേ? പണ്ട് ആട്ടിടയൻ ആടുകളെ വേറൊരു ആളെ ഏൽപ്പിച്ചിട്ടാത്രേ അയാളുടെ ജോലി രാജിവെക്കും. അതുപോലെ രാജാവും പ്രജകളെ അറിഞ്ഞു ഭരിക്കണം എന്ന. ഇദ്ദേഹം പറയാണ്, ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. എന്തിനാ അത് ചോദിച്ചത്? ധർമ്മശാസ്ത്ര പ്രകാരമാണ് ഒരു രാജ്യഭരണം നടത്തേണ്ടത്. ധർമ്മത്തിൽ നിന്നും രാജാവ് വ്യതിചലിച്ചാൽ സർവ്വ പ്രജകളും വ്യതിചലിക്കും, രാജ്യത്ത് അരാജകത്വം വരും. അതുകൊണ്ട് ധർമ്മപുത്രരെ പോലെ കണ്ടോ, ധർമ്മപുത്രനെ അത് ചോദിക്കുന്നത്. ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ അതിനെ എന്നെ അനുഗ്രഹിക്കണം. എന്താ കാരണം? ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് മഹാഭാരതം പറയുക. അങ്ങനെ തന്നെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഇവർ പോവാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ കൂടെയുണ്ടല്ലോ ഗോവിൽ നിന്നും പിറന്ന ആ ഒരു മഹർഷി, അദ്ദേഹവും പറയാണ്, എന്നെയും അനുഗ്രഹിക്കണം. അദ്ദേഹത്തെയും അനുഗ്രഹിച്ചു. അങ്ങനെ അവരങ്ങോട്ട് രാജകൊട്ടാരത്തിലേക്ക് പോയ സമയത്ത് മറ്റവരെല്ലാവരും മുകളിലേക്കും പോയി, മഹർഷി മാത്രം. ഈ കഥയിൽ നമ്മൾ ഹൈന്ദവർക്ക് അറിയേണ്ട പ്രധാന കഥ ഗോവിൻ്റെ കഥയാണ്. എന്തുകൊണ്ട് നമ്മളെല്ലാവരും പരിഹസിക്കും, പശുവിനെ ആരാധിക്കുന്നവരാന്ന് പറഞ്ഞിട്ട്. പശുവിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഒന്നാമത്, പശു എന്താണ്? ഗോമാതാവ. ഹൈന്ദവനായി ജനിച്ചാൽ ഗോപരിപാലനം ചെയ്യണം. പണ്ടത്തെ വലിയ വലിയ തറവാടുകളൊക്കെ നോക്കൂ, എല്ലാ വീട്ടിലും മുന്നിൽ തൊഴുത്താവും, പിന്നെയാണ് വീട് കാണുക. എന്താ? ഗോപരിപാലനം നിർബന്ധമായിരുന്നു മുത്തശ്ശന്. അതുകൊണ്ടാണ് വലിയ കൂട്ടുകുടുംബങ്ങളാ. പശു കാമധേനുവാണ്. പശു ഇല്ലാതെ നമുക്ക്
ആരോഗ്യം, വിറ്റാമിൻ ഡി ഇല്ല, പാല് കുടിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറയുന്നില്ലേ. പലതും നമ്മുടെ ജീവിതം, ഒരു ദിവസത്തെ ജീവിതം അടുക്കും ചിട്ടയും ആയി ഒന്ന് സുഖമാവണമെങ്കിൽ ഒരു ചായ കുടിക്കാൻ, കാപ്പി കുടിക്കാൻ എന്ത് വേണം? പാല് വേണം. അതുപോലെ ഓരോ കാര്യങ്ങൾക്കും മരുന്നുകൾ ഉണ്ടാക്കാൻ അജാമാംസ രസായനം പറഞ്ഞ ആടിനെ പിടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ജീവജാലങ്ങൾ നമുക്ക് ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ പരിപാലിക്കണം എന്ന ഒരു തത്വം പറയാം. രണ്ടാമതായിട്ട് എന്താ ചോദിച്ചത്? സഹവാസത്തിന്റെ ഗുണം എന്താണ് എന്നാണ് ചോദിച്ചത് ധർമ്മപുത്രരെ. ഇവിടെ എന്താ മനസ്സിലായേ? ആരുമായിട്ടായിരുന്നു ഈ മീൻകുട്ടികൾക്കും അല്ലെങ്കിൽ ജലജീവികൾക്കും സഹവാസം? മഹർഷീശ്വരനോടായിരുന്നു. ഈ മഹർഷീശ്വരനോടുമായി ഏകദേശം 1 മാസം ആണ് അവർ ആ മഹർഷീശ്വരന്റെ കൂടെ വെള്ളത്തിൽ കഴിഞ്ഞത്. മഹർഷീശ്വരനെ വേണമെങ്കിൽ അവർക്ക് കൊത്തി വലിച്ച് ഉപദ്രവിക്കാമായിരുന്നു, അത് ചെയ്തില്ല. എന്താ കാരണം? നല്ല ഐശ്വര്യമുള്ള, സ്നേഹം തുളുമ്പുന്ന, കരുണാർദ്രമായ കണ്ണുകളുള്ള മഹർഷീശ്വരനെ കണ്ടപ്പോൾ അവർക്കൊരു ബഹുമാനവും ഇഷ്ടവും തോന്നി. കയ്യിന് കാലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി എന്ന് പറഞ്ഞില്ലേ? നമ്മളുടെ ജീവിതത്തിലെ ഒരു വീടാണ് ഈ ജലാശയം. നമ്മുടെ വീട് തന്നെയാ ജലാശയം. നമ്മുടെ വീട്ടിൽ ഉമ്മറത്തിരിക്കുന്ന കാരണവര്, ഇപ്പൊ അച്ഛനെ ഉണ്ടാവുള്ളൂ. അച്ചാച്ചൻ വളരെ റയറായി തുടങ്ങി. അച്ഛൻ അല്ലെങ്കിൽ അച്ചച്ചൻ, മുത്തച്ഛൻ വീട്ടിന്റെ മുന്നിൽ ദേഷ്യപ്പെട്ടായിരിക്കണെങ്കിലോ ഒരു ചീഞ്ഞ മുഖമായിട്ട് ഒരിക്കലും ക്ഷേത്രത്തിലേക്കോ പുറത്തേക്കോ ഇറങ്ങരുത്. വീട്ടിലും അങ്ങനെ തന്നെ. ഈ ജലാശയം വലിയ ഒരു തറവാട് അല്ലെങ്കിൽ ഒരു വീടാണെങ്കിൽ ആ വീട്ടിലെ കാരണവരാണ് ഈ മഹർഷീശ്വരൻ. മഹർഷീശ്വരന്റെ മേൽക്കൂടെയൊക്കെ കളിച്ചു എന്ന് പറഞ്ഞില്ലേ മത്സ്യങ്ങള്? ആ മത്സ്യങ്ങളാണ് നമ്മുടെ കൊച്ചുമക്കൾ. അവര് കുറച്ച് തോള് കയറിയിരിക്കും, കുറച്ച് മടി കയറിയിരിക്കും അല്ലെ, കുറച്ച് കഴിഞ്ഞ് ഇവിടെ കയറിയിരിക്കും. ആ മുത്തശ്ശന്റെ അവിടെ നിന്ന് പിടിച്ച് തോണ്ടും. മത്സ്യക്കുട്ടികൾ നമ്മുടെ വീട്ടിലെ കുട്ടികളാ. ഇനി ഈ മഹർഷീശ്വരനുമായി ഒരു സമ്പർക്കം ഉണ്ടായപ്പോൾ മഹത്തുക്കളുമായി ഇത്തിരി സമയമുള്ള സഹവാസം കൊണ്ട് ഈ മീനുകളെല്ലാം എങ്ങോട്ട് പോയി? സ്വർഗത്തിലേക്ക് പോയി. അതിനർത്ഥം എന്താ? നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന, കരുണാർദ്രമായ കണ്ണുകളുള്ള, സ്നേഹം തുളുമ്പുന്ന മുഖമുള്ള ഒരു മുത്തശ്ശന്റെ കൂടെ ഇരുന്ന് കഥ കേൾക്കുന്ന കുട്ടി എപ്പോഴും നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നു. നേരിട്ട് സ്വർഗത്തിൽ പോവേ മോക്ഷം കിട്ടുകയല്ല, നേർവഴിയിലൂടെ നമ്മുടെ കുട്ടികളെ സഞ്ചരിപ്പിക്കാൻ പണ്ടുള്ള മുത്തശ്ശനും മുത്തശ്ശിയും മഹാഭാരതം കഥകൾ അവർക്ക് അങ്ങനെ ഈ ചോരുരുളയുടെ ഒപ്പം അങ്ങനെ ഉരുട്ടി കൊടുക്കുകയായിരുന്നു. കഥകളാ പറഞ്ഞു കൊടുത്ത്. ഇന്നതല്ലല്ലോ, ഈ തോണ്ടിക്കുറിയല്ലേ കുട്ടികൾ വഴി തെറ്റുന്നതിന്. അപ്പം ആരാ കാരണം? നമ്മൾ തന്നെയാ. ഇനി കുറേ ജീവജാലങ്ങൾ കണ്ടു പറഞ്ഞു. മറ്റ് ജീവജാലങ്ങളൊക്കെയാണ് ആര്? നമ്മളുടെ അമ്മയും അല്ലെങ്കിൽ അച്ഛനും ചേട്ടനും അനുജനും ഒക്കെ എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ഈ അനുഗ്രഹമൊക്കെ വാങ്ങുന്നത് നമ്മളെ എന്താ കാണിക്കുന്നത്? ഈ കുറച്ച് സമയത്തെ സഹവാസം കൊണ്ട് തന്നെ മോക്ഷം കിട്ടി, സ്വർഗത്തിലേക്ക് പോയി അവരെന്ന് പറഞ്ഞു. നമ്മളും നിത്യജീവിതത്തിൽ ഇതുപോലെയുള്ള മഹത്തുക്കളുമായി സത്സംഗങ്ങൾ നടത്തണം. ഞാൻ പറഞ്ഞില്ലേ, വൈശാഖ മാസത്തില് സത്സംഗം നിർബന്ധ. സത്സംഗം ഇല്ലാതെ എന്നെ നിങ്ങൾക്ക് കിട്ടില്ല ഉദ്ധവാന്ന് ഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു ഭാഗവതത്തില്. സത്തുക്കളുമായി സംഘം ഉണ്ടാവുക. ചിലപ്പോൾ ഇനി നമ്മൾ അറിയുന്ന കഥകളായിരിക്കും, എങ്കിലും ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക, സർവം മറന്നങ്ങനെ ഇരിക്കുക. അതോടൊപ്പം എന്ത് ചെയ്യണം? അതിലെ തത്വങ്ങൾ മനസ്സിലാക്കുക. സംസർഗജ ദോഷഗുണാഭവന്തി. സംസർഗത്തിലൂടെ നമുക്ക് ദോഷവും ഗുണവും ഉണ്ടാകും. അപ്പോൾ ഇവിടെ വരുന്ന ഒരു സ്ത്രീ, സംസ്കാരമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ എന്താ പറയുക? അതേ ഇത്ര മണിക്ക് പ്രഭാഷണം ഉണ്ട് കേട്ടോ, അമ്പലത്തിലേക്ക് എത്തൂ എന്ന് പറയും. അല്ല, ഇവിടെ വന്ന് തൊഴുതങ്ങോട്ട് പോണ ആളാണെങ്കിലോ അതിലൊന്നും താല്പര്യമില്ലാതെ അതെന്ത് പ്രഭാഷണം, അതിലൊന്നും ഇരിക്കേണ്ട, നീ പോര്, വീട്ടിൽ പോയൊരു സീരിയൽ കാണാലോ എന്ന് പറയും ഇല്ലേ? അതാണ് സംസർഗം നമ്മളെ ഉണർത്താൻ ശക്തിയുള്ളതാണ് എന്ന ഒരു തത്വം നമുക്ക് ഇതൊന്ന് കിട്ടും. മറ്റൊന്ന്, മനഃശാന്തി ഇല്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണേ. എന്താ മനഃശാന്തി ചോദിച്ചാൽ എല്ലാവരും പറയും ആകെക്കൂടെ പ്രശ്നങ്ങളാണ് ടീച്ചറെ, എപ്പോഴും ടെൻഷനാ, ഇതിനൊന്നും സമയമില്ല. എല്ലാവർക്കും എത്ര മണിക്കൂറാ? 24 മണിക്കൂറാ. എല്ലാവരോടും ഞാൻ പറയും 8 മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ട് ഉറങ്ങിക്കോളൂ. ചിലർക്ക് ഉറക്കമില്ല. 8 മണിക്കൂർ നിങ്ങൾ ജോലിക്ക് പോകണം. കാരണം നമ്മൾ കർമ്മം ചെയ്യണം. ഗീതയിലെ അവസാനത്തെ ശ്ലോകം വെച്ചിട്ട് അത് പറയാം. മറ്റൊന്നോ, നമ്മളെല്ലാവരും 8 മണിക്കൂർ ബാക്കി വരുന്നത് എങ്ങനെ ഉപയോഗിക്കണം. ആ 8 മണിക്കൂറാണ് ആര് എവിടെ എങ്ങനെയൊക്കെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അവസാനം വന്ന് 8 മണിക്കൂറിൽ ഇപ്പം 2 മണിക്കൂറേ വേണ്ടൂ നമുക്ക് കുക്കിങ്, 1 മണിക്കൂർ വീട് ക്ലീനിങ്ങും കഴിഞ്ഞാൽ ഫ്രീ ആയില്ലേ? ആ ബാക്കി സമയം നമ്മൾ ബുദ്ധിപൂർവം ഉപയോഗിക്കാം. കാരണം അത് ഗീത വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഭഗവത്ഗീത എല്ലാവരും വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ
അവസാനത്തെ ഒരു ശ്ലോകമുണ്ട്, അങ്ങനെ ആരും വ്യാഖ്യാനിച്ച് കേൾക്കാത്തൊരു ശ്ലോക. എന്താ അവസാനത്തെ ശ്ലോകം? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ധ്രുവാനീതിർമതിർമമ. ഇങ്ങനെ അത് അവസാനിപ്പിക്കുന്നത്. വളരെ ചെറിയൊരു ശ്ലോകം. ഭഗവാൻ വ്യാസമഹർഷി മഹാഭാരതത്തിന്റെ നടുക്കഷ്ണമായിട്ടാണ് ഈ ഗീത എഴുതി വെച്ച്. ഗീതയുടെ പ്രത്യേകത എന്താ? ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം. ഒരൊറ്റ ശാസ്ത്രമാണ് ദേവകീ പുത്രനായ കൃഷ്ണൻ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് ഭഗവത്ഗീത, ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്. മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ, അമേരിക്ക ആവട്ടെ മറ്റുള്ള രാജ്യങ്ങളാവട്ടെ, നിർബന്ധമായിട്ട് സിലബസിന്റെ ഒരു ഭാഗമാക്കിയിരിക്കുന്നു ഭഗവത്ഗീത. ബിസിനസ് മാനേജ്മെന്റ് ആണ് അവർ പറയുന്നത്. കാരണം നമ്മുടെ മനസ്സിനെ തളരുമ്പോൾ പിടിച്ചു നിർത്താൻ കഴിവുള്ളതാ ഭഗവത്ഗീത. പണ്ട് ഗാന്ധിജി LLB പഠിക്കാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ പ്രൊഫസർ എഴുന്നേൽപ്പിച്ച് നിർത്തിയിത്രേ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. സ്റ്റാൻഡപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ വൺ ഓഫ് ദ ശ്ലോക ഫ്രം ഭഗവത്ഗീത എന്ന് പറഞ്ഞു. ഏതാ പറഞ്ഞറിയോ? കർമ്മണ്യ അധികാരസ്ഥയെ പറയാനാ പറഞ്ഞ്. അപ്പൊ കുന്തം പോലെ എഴുന്നേറ്റ് നിന്നു, തല താഴ്ത്തിയത്രേ. പക്ഷെ ആ പ്രൊഫസർക്ക് അത് അറിയാമായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ ആദ്യം തീരുമാനിച്ചുത്രേ അന്ന് അവിടുന്ന്, നാട്ടിൽ പോയ ആദ്യം ഞാൻ സംസ്കൃത് പഠിക്കും, പിന്നെ ഞാൻ ഭഗവത്ഗീത പഠിക്കുന്നു. അത് രണ്ടും ചെയ്തു. അങ്ങനെ പിന്നെ ഗീത എൻ്റെ അമ്മയാന്നാ പറഞ്ഞുകൊണ്ട് നടന്നത്. ഈ അവസാന ശ്ലോകം നമ്മളോട് പറയുന്നത് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനും വില്ലും അമ്പും ധരിച്ച അർജുനനും ഉള്ളത്, തത്ര ശ്രീ വിജയോ മതിർ മമ. അല്ലെ, അവിടെ സമ്പത്ത്, ശ്രീ ഐശ്വര്യം, ആരോഗ്യം എല്ലാം ഉണ്ടായിരിക്കും. മതി മമ. ഇതെന്റെ അഭിപ്രായമാണെന്ന് സഞ്ജയനോട് പറഞ്ഞു വെച്ചു. നമ്മൾ അതുകൊണ്ട് തന്നെ വല്ലാതെ അതായുള്ള അഭിപ്രായം നമുക്ക് വേണമെങ്കിൽ എടുക്കാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാ ഹൈന്ദവന്. ഈ ഒരു ശ്ലോകത്തില് ഈ അന്തരാർത്ഥമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം എന്താ പറയുന്നത്? യോഗേശ്വരനായ കൃഷ്ണൻ ഭഗവാൻ ഇതാ ഇവിടെ മിണ്ടാതെ ഇവിടെ ഇപ്പോ ഇങ്ങനെ വേണുഗോപാല സ്വരൂപത്തിലാണ്, അല്ലെങ്കിൽ 4 തൃക്കൈകളും ആയിട്ട് ശാന്തനായിട്ട് പരബ്രഹ്മമൂർത്തി അങ്ങനെ ഇരിക്കുക. അതേ സമയത്ത് ഭാഗവതം അതാണ് കേട്ടോ, ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതേ സമയത്ത് ഇവിടെ ഇപ്പോൾ ഭാഗവതമൊക്കെ നടത്തുന്നുണ്ട്, അന്നദാനം വേണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കണം, ഉച്ചരിഞ്ഞ കാപ്പി കൊടുക്കണം, ഇതിനൊക്കെ സമ്പത്ത് വേണ്ടേ? ആരാ സമ്പാദിക്കുന്നത്? അതാണ് അർജുനന്മാർ. നമ്മളെല്ലാവരും അർജുനന്മാരാ. അർജുനന്റെ കയ്യിലപ്പോൾ എന്ത് വേണമെന്നാ പറയുന്നത്? അമ്പും വില്ലും വേണമെന്നാ പറയുന്നത്. ആദ്യത്തെ അദ്ദേഹത്തിൽ എന്താ ചെയ്ത്? ഗാണ്ഡീവം ശ്രംസദേ ഹസ്താൽ, ദേ കിടക്കണു കൃഷ്ണ, വഴുതിതാ പോണു, ടൊക്കി വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നില്ലേ? അപ്പൊ അത് പറഞ്ഞ് ഉപദേശിച്ച് എടുപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? വെറുതെ യുദ്ധം ചെയ്ത് മറ്റുള്ളവരെ കൊല്ലലല്ല. ക്ഷത്രിയന്റെ കർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യലാണ്. അത് ചെയ്യൂ. നമ്മളെല്ലാവരും അർജുനന്മാരാ. നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഗാണ്ഡീവം, ഈ പറയുന്ന കർമ്മം ചെയ്യാനുള്ള ആയുധം ഉണ്ടായിരിക്കണം. കാരണം ഗൃഹസ്ഥാശ്രമി കർമ്മം ചെയ്താലേ മറ്റുള്ള ആശ്രമങ്ങളിലുള്ളവർ നിലനിൽക്കൂ. കുട്ടികളാണ് ബ്രഹ്മചര്യം, ആദ്യത്തെ ആശ്രമം. അവർ ജോലി ചെയ്യുന്നില്ല. ഗൃഹസ്ഥാശ്രമി അച്ഛനും അമ്മയും ജോലി ചെയ്ത് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടിലാവും. ഇനി അത് കഴിഞ്ഞ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് കഴിഞ്ഞ സമയം അച്ഛനും അമ്മയും പിന്നെ റെസ്റ്റാണ്, ഇവിടെയൊക്കെ വന്നിരിക്കും. അവർക്ക് കാണിക്ക ചാർത്തണം, ആചാര്യന് ദക്ഷിണ കൊടുക്കണം, എന്നൊക്കെ പറയുമ്പോൾ കൊടുക്കണ്ടേ? അതും ഗൃഹസ്ഥാശ്രമിയാണ്. സന്യാസി സഭ ജോലി ചെയ്യാൻ പോകുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി അവര് ധ്യാനം ചെയ്യുന്നു. ധ്യാനം സ്വർണത്തേക്കാൾ വില പിടിപ്പുള്ളതാണ്. അവർ ധ്യാനിക്കുന്നത് ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടല്ല, അന്യസിച്ചവരെ എല്ലാം ത്യജിച്ചവരാണ് സന്യാസിമാർ. അതുകൊണ്ട് അവർക്ക് വേണ്ടി അവർ ജപിക്കുന്നില്ല. ആർക്ക് വേണ്ടിയാ? ഈ സമൂഹത്തിന് വേണ്ടി, സമാജത്തിന് വേണ്ടി അവർ ജപിക്കുക. അവര് കാരണം സന്യാസി സഭ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഭാരതം ഇന്ന് ഇങ്ങനെ നിലനിൽക്കുന്നത്. അവർക്കും വേണ്ടേ ഭക്ഷണം? ആരധ്വാനിക്കുന്നതാ? ഗൃഹസ്ഥാശ്രമി അധ്വാനിക്കുന്നതാ. അതുകൊണ്ടാണ് ഗീത കർമ്മശാസ്ത്രമാണ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര, അപ്പൊ എന്തിനാ ഈ വില്ലു അമ്പു താഴെ വെച്ചൂടെ? എന്തിനാ അങ്ങനെ യുദ്ധം ചെയ്യണേ? അങ്ങനെയല്ല, കർമ്മം ചെയ്യണം എന്ന് തന്നെ പഠിപ്പിക്കുക നമ്മളെ. കർമ്മം ചെയ്താലേ എന്തുണ്ടാവൂ? ആത്മീയതയും ലൗകികതയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതെന്തിനാ ഒന്നിച്ചു കൊണ്ടുപോകുന്നത്? ഈ
കുടുംബങ്ങളും ഈ വ്യവസ്ഥിതിയും ഈ രാജ്യവും എല്ലാം ഇതുപോലെ നിലനിൽക്കാൻ വേണ്ടിയാണ് എന്ത് പറയുന്നത്, കർമ്മം ചെയ്യുന്നതോടൊപ്പം ആത്മീയതയും കൊണ്ടുപോകണം. വെറും കർമ്മം മതിയോ? ഇപ്പോഴത്തെ ജനറേഷൻ എന്താ പറയുന്നത്, ഭൗതികത മതി, ഞാൻ ജോലി ചെയ്താൽ എനിക്ക് ജീവിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൗതികതയിൽ മാത്രം ജീവിച്ചാൽ മനഃശാന്തി ഉണ്ടാവില്ല. ഇവിടെ മുത്തച്ഛൻ്റെ കണ്ണ് എങ്ങനെയാണെന്നാ പറഞ്ഞേ, കരുണാസാഗരമായ കണ്ണുകൾ, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ആ മുഖം, ആ മഹർഷീശ്വരനെ പോലെ ഉമ്മറത്തിരിക്കുന്ന മുത്തശ്ശൻ അങ്ങനെ ഇരിക്കണം, സമാധാനമായിട്ട് ശാന്തിയായിട്ട്. എന്ത് വേണം, മനഃശാന്തി വേണമെങ്കിൽ ആത്മീയത കൂടിയേ തീരൂ. അതുകൊണ്ടാണ് യോഗേശ്വരനായ കൃഷ്ണനെയും നമ്മൾ ആരോട് കൂടി ചേർത്ത് നിർത്തണം എന്ന് പറയുന്നത്, നമ്മളുടെ ആത്മീയതയോടൊപ്പം കർമ്മവും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. ഇതുവരെ പറയാൻ എന്തെങ്കിലും സംശയം ഉണ്ടോ? അവിടെ പോയ എന്നും ഇതൊക്കെ തന്നെയല്ലേ. ഗൃഹാന്തകൂപേ പതിതു യഥാ പശു എന്ന ഭാഗവതം പറയുന്നത്. എന്നും ഇതന്നെയാ ചെയ്തതന്നെ ചെയ്യുന്നു. പാത്രം കഴുകണു, അലക്കണു, കുളിക്കണു, ക്ലീനിങ് ചെയ്യണു. പക്ഷേ നിങ്ങൾ ഒരൊറ്റ നിമിഷം ചിന്തിക്കണം, കിമസ്യ സുഹൃതം, ഞാൻ എനിക്ക് വേണ്ടി എന്ത് സുഹൃതമാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തത്. വൈകുന്നേരം ആകുമ്പോഴേ സൂര്യഭഗവാൻ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് ഒരപ്പാണെന്ന് സങ്കല്പിച്ചോളൂ. മുത്തശ്ശി അപ്പം ഉണ്ടാക്കില്ലേ, കലത്തപ്പൊക്കെ. ആ അപ്പത്തിലെ ഒരു കഷ്ണം കൊത്തിയും കൊണ്ടാണ് അത്ര സൂര്യഭഗവാൻ പോവുക. നമ്മുടെ ആയുസ്സാണത്. ആയുസ്സിലെ ഒരംശവും കൊത്തിയെടുത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ സന്ധ്യയ്ക്ക് നാമജപം കഴിഞ്ഞാൽ ഇരുന്ന് ചിന്തിക്കണം, ഇന്ന് എൻ്റെ സുഹൃതത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു. ഇത് വലിയൊരു ചിന്തോദ്ദീപകമായ ചോദ്യം. നമ്മളെല്ലാവരും ഇവിടെ ജന്മം കിട്ടി വന്നൂലേ, എന്തിനാ അങ്ങോട്ട് വന്നേ? കുറച്ച് കാലം കഴിഞ്ഞാൽ കുട്ടീന്ന് വിട്ടു, ഇതേ ജോലിക്ക് പോയി, കല്യാണം കഴിച്ചു, പിന്നെ എന്താ പ്രാരാബ്ധമായി. ആരാ ആയുസ് തന്നത് ആ സമയത്ത്? കഴുതേണേ. കഴുതയ്ക്ക് എന്താ ഒരു 14 കീശയിട്ടല്ലേ അച്ഛൻ കയറി വരിക. കഴുതയാണ് അത്ര ആ സമയത്ത് ആയുസ് കൊടുത്താൽ ഭാഗവതം വിസ്തരിച്ച് പറയും. അത് കഴിഞ്ഞാൽ പിന്നെന്താ, വാനപ്രസ്ഥം, അതും കഴിഞ്ഞു. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. എനർജി പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഈ ഗ്രന്ഥം ഒന്നും തുറക്കാൻ അപ്പൊ തോന്നില്ലേ, സത്യം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് അത്ര എനർജറ്റിക് ആകുമ്പോൾ തന്നെ റിട്ടയർഡ് ആക്കണത്. ആ സമയത്താണ് ഇത് തുറക്കുക. കണ്ണ് പിടിക്കണില്ല ടീച്ചറെ, നാരായണീയം കടിച്ചാ പൊട്ടണില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയും, ആ 68 ഇങ്ങോട്ട് തുറക്കൂ. തവ വിലോകനാൽ ഗോപികാജന പ്രമദ സങ്കുല പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുതായിവ സ്ഥിമിതദാം ദധുസ്തുൽപുരോഗദാ. അത്രയുള്ളൂ. പാട്ട് പോലെ ഗോപികാതെ ഇതാണ്. ഗോപികമാര് പറയാ, എന്താ ഭട്ടേരിപ്പാടിന്റെ കഴിവ് ആലോചിച്ച് നോക്കൂ. ഹേ താമരക്കണ്ണ, അങ്ങേ കണ്ടപ്പോ ഗോപികമാർ അമൃതവർഷത്തിൽ മുങ്ങിയതുപോലെ മേടിച്ച് നിന്നില്ലേന്ന്. ഒരു നിമിഷം ആ കൃഷ്ണനെ മനസ്സിൽ അങ്ങനെ ധ്യാനിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഈ ശരീരത്തെ കുറിച്ച് പറയാന്ന്. ഈ ശരീരം എന്ന് പറയുന്നത് മഹാദേവന്റെ ക്ഷേത്രല്ലേ. നമ്മൾ എന്താ മനസ്സിലാക്കണത്? ദേഹോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സദാശിവ. മഹാദേവന്റെ തിരുനടയില് വൈശാഖത്തിൽ സന്ധ്യയ്ക്ക് എന്ത് കേട്ടായിരിക്കണേ? ഭഗവാന്റെ കഥകളും കേട്ട് അങ്ങനെ ഇരിക്കുക. അത് മഹാഭാരതാവട്ടെ, ഗീതയാവട്ടെ, നാരായണീയാവട്ടെ. എന്താ പറഞ്ഞത്? ദേഹോ ദേവാലയ പ്രോക്ത. നമ്മുടെ ഈ ശരീരം തന്നെയാണ് ദേവാലയം. എന്താ പറയുന്ന ഗീതയില്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. കുന്തിപുത്ര കൗന്ദേയ എന്നെടുത്ത് വിളിക്കുക. കുന്തിയുടെ ആ സ്വഭാവമൊക്കെ നീ കാണിക്കണം കേട്ടോന്നാ. കുറച്ച് ചൂടനാന്നറിയേ, അതുകൊണ്ടാ കൗന്ദേയ കൗന്ദേയ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണത്. അമ്മയെ ഓർമ്മിപ്പിക്കുക. ഈ ശരീരം നമ്മുടെ ക്ഷേത്രത്തെ പോലെയാണെങ്കിൽ ആരാ നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലുള്ള ഈശ്വരൻ? ദേഹോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സദാശിവ. സദാശിവനായ സാംബശിവനായ ആ മഹാദേവനാണ് ഈ ഹൃദയത്തിനുള്ളിൽ ജീവനായിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. നീ വിളക്ക് നോക്കൂ. വിളക്ക് നമ്മുടെ ശരീരാന്ന് കൂട്ടിക്കോളൂ. ഈ വിളക്കിൽ കത്തുന്ന ഈ തിരി അല്ലെങ്കിൽ ആ വെളിച്ചം നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇപ്പൊ ഈ മുമ്പിലിരിക്കുന്ന കുട്ടിക്ക് അതിന് ചൂടുണ്ട് എന്ന് അറിയില്ല. ആ കുട്ടി അടുക്കളയിൽ കയറാത്തത് കൊണ്ട്. ഇപ്പൊ മണ്ണെണ്ണ വിളക്കും ഇല്ലല്ലോ പണ്ടത്തെ പോലെ. ഈ സാധനം വന്നപ്പോൾ കുട്ടികൾക്ക് അത് അറിയില്ല. ഈ ചൂടുണ്ട് കത്തുന്ന ദീപത്തിന് എന്ന അറിവ് കിട്ടണമെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നിട്ട് അതിനെ ഒന്ന് അടുത്തേക്ക് സ്പർശിച്ച പൊള്ളും. അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ചൂട് മനസ്സിലാവും.
ഇതുപോലെയാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള അകലം. ഇവിടെയൊക്കെ വന്നു ആ തൊഴുതു വേഗം പോട്ടെ, എന്നിട്ട് എന്താ 4 ചുമരിനുള്ളിൽ ഇതും തോണ്ടിയിരുന്ന സുഖമായി കണ്ണ് ചീത്തയേ വീഴുള്ളൂ, സമാധാനം ഉള്ളതും കൂടി പോയി ആരുടെങ്കിലും എന്തെങ്കിലും ചീത്ത പറയുന്ന മെസ്സേജൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇവിടെ ഇരുന്നാൽ ശാന്തിയല്ലേ, നല്ല കാറ്റ്, കമ്മിറ്റിക്കാരെല്ലാ സൗകര്യം ചെയ്ത് തന്നിരിക്കുന്നു, ഇവിടെ അങ്ങനെ ഇരിക്കുക, അത് കേൾക്കേ വേണ്ടു, പൈസ പോലും കൊടുക്കണ്ട അല്ലേ. ചിലത് പൈസ കൊടുത്താലും നമുക്ക് കിട്ടുന്നില്ല, അങ്ങനത്തെ കാലഘട്ട. എല്ലാം കിട്ടും, മനഃശാന്തി 1 കിലോ തരുമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല, അതാണ് കാലം. ഈ സദാശിവൻ ഇതിനുള്ളിലുണ്ട്, ഉറപ്പിച്ചോളൂ. ദേവോ ദേഹാലയം, ഈ ദേഹം തന്നെയാണ് ദേവാലയമെങ്കിൽ ഇതിനുള്ളിൽ എന്തുണ്ട്? ഒരു ഈശ്വരനുണ്ട്. അതെങ്ങനെയാ മനസ്സിലാവുക? നമ്മുടെ ശരീരത്തിന് ഒരു ചൂടുണ്ട് ഇല്ലേ? ഈ ചൂട് എപ്പോഴാ ആറുക? മരിക്കുമ്പോൾ. ഈ കണ്ണുകളിൽ ഒരു പ്രകാശമുണ്ട്, അത് എപ്പോഴാ പോവുക? മരിക്കുന്ന സമയത്ത്. ശരീരം ഒരു വിളക്കാണെങ്കിൽ ഈ വിളക്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയാണ് എന്ത്? നമ്മളുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ്. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവ്. ശ്രീലകത്തിനുള്ളില് പരമാത്മാവാണെങ്കിൽ ആ പരമാത്മാവിൻ്റെ ഒരംശം എടുത്ത് നമ്മളെല്ലാം അംശാവതാരമായി ജീവൻ നൽകി ഇങ്ങടെ അയച്ചിരിക്കുക. ഈ ജീവൻ അല്ലെങ്കിൽ ദേഹി പോയി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ശരീരമാകുന്ന വിളക്കിൻ്റെ ചൂടും പോവും, പ്രകാശവും പോവും. ഇതല്ലേ സത്യം? ഇങ്ങനെ മനസ്സിലാക്കണം. ഈ ശരീരം എവിടുന്ന് വന്നു? പ്രപഞ്ചത്തിൽ നിന്ന് വന്നു പറയും. ആ 2 കിലോ ഉള്ള കുട്ടി 60 കിലോ ആയില്ലേ? നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണോ? അമ്മ പ്രസവിച്ച് വിട്ടപ്പോൾ 2-2.5 കിലോ ഉള്ളൂ. അതന്നെ അമ്മയും അച്ഛനും കഴിച്ച ഭക്ഷണം. പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരം. ഇനി നോക്കിക്കോളൂ, ഇവിടെ വന്നാൽ ജപിക്കേണ്ട മന്ത്രം എന്താ? മഹാദേവന്റെ ക്ഷേത്ര. ആദിദേവനാണ് മഹാദേവൻ. മഹാദേവൻ താന്ത്രിക വിധി പ്രകാരം ഏറ്റവും മുകളില. അവസാനം നമ്മൾ എത്തേണ്ടതും മഹാദേവനിലേക്കാ. മഹാദേവന്റെ തിരുനടയിൽ വന്ന് ശ്രീ രുദ്രചക്രം സ്തോത്രത്തില്, അതായത് വേദമന്ത്രമാണ് എന്ത്? യജുർവേദത്തിലെ മന്ത്രമായ പഞ്ചാക്ഷരി ഓം നമഃ ശിവായ എന്ന് ജപിക്കണം. അതായത് നമ ശിവായ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാ. നമ്മുടെ ശരീരം, ഞാൻ പറഞ്ഞില്ലേ, ദേവാലയമായ ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാ. ഈ നമശിവായ എന്ന് പറയുന്നത് നമ ശിവായ ഇങ്ങനെയാണ് പറയുന്നത്. ന എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി, ജലം, ഭൂമി, ജലം, അഗ്നി കഴിഞ്ഞ വായു, ആകാശം. നമശിവായ. ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന നമശിവായ മന്ത്രം മാത്രം മതി മോക്ഷം കിട്ടാന്. ഒരു ഭസ്മം കൂടിയും തൊട്ടാലോ? നമ്മളെല്ലാവരും എന്താ ചെയ്യാം? ചന്ദനൊക്കെ കേമായിട്ട് തൊടൂലേ? പക്ഷെ ഭസ്മം തൊടണം എന്നാ. കഴിഞ്ഞ ദിവസം ഇവിടെ പൊടിയാട്ടിൽ ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞത്. ഭസ്മധാരണം. ശിവന്റെ അമ്പലത്തിൽ വന്നോളൂ, വൈകുന്നേരം ആരും ചന്ദനമല്ല കൊടുക്കുക, ഭസ്മ കൊടുക്കുക. കാരണം എന്താണോ? ചുടലയില് നമ്മളെ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ ചൊല്ലാവുന്ന ഒരു മന്ത്രമുണ്ട്. വായുരേനമൃതമതേദം ഭസ്മാന്തം ശരീരം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര. നമ്മുടെ ആത്മാവ് ചൊല്ലുന്ന മന്ത്രമാണത്രേ അത്. ആ സമയത്ത്, അതായത് പഞ്ചഭൂതങ്ങൾക്ക് ഒരുപാട് തത്വങ്ങളാ. ഈ ശരീരം മരിച്ചു കഴിയുമ്പോൾ ആദ്യം നമ്മൾ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ഭൂമിക്ക് അങ്ങോട്ട് സമർപ്പിക്കും. ആ ഭൂമിക്ക് സമർപ്പിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ബോഡി അല്ലെങ്കിൽ ശവം എടുത്ത് കുളിപ്പിക്കും, അല്ലെങ്കിൽ നനഞ്ഞ കച്ചയിൽ പൊതിയും, ജലത്തിന് സമർപ്പിക്കും. അതും കഴിഞ്ഞത് ചിതയിൽ വെക്കുമ്പോൾ അഗ്നിക്ക് സമർപ്പിക്കും. ഈ അഗ്നിയിൽ വെക്കുന്ന സമയത്താണത്രേ 5ാമത്തെ വായു നമ്മുടെ ശരീരത്തിലിരുന്നിട്ട് പ്രാർത്ഥിക്കുക, വായുരേനമൃതമതേദം. അതായത് പഞ്ചഭൂതങ്ങളായി വിഘടിക്കാൻ പോകുന്ന ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഞാൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേ ഭഗവൻ എൻ്റെ ആത്മാവിനെ ആ നേർവഴിക്ക് നയിച്ചാലും. അപ്പോഴാണ് അത്ര നമ്മൾ അല്ലെ കിടക്കയിൽ ഇങ്ങനെ ആശുപത്രിയിൽ മുതല തൂങ്ങും പോലെ തൂങ്ങും, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓരോ കുഴൽ. അപ്പോഴാണ് അത്ര 4 ചുമരുമ്പയ്ക്ക് നോക്കി ചിന്തിക്കുക, ഹിമസ്യ എന്ത് സുഹൃത ഞാൻ ചെയ്തിട്ടുള്ളത് ഈശ്വര, ഞാൻ മരിക്കാറായല്ലോ എന്ന്. ഒന്നും ആലോചിക്കേണ്ട, അങ്ങനെയൊന്നും കിടക്കണ്ട. ടക്കേന്നല്ലേ കൊറോണ അടിച്ചവരൊക്കെ പൊട്ടി പോവുക, എപ്പോഴാന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനപ്പാനെ പറയണത് നിർപ്പോള പോലെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സദാസേവ്യ സദാസേവ്യ. അതല്ലേ ഭാഗവതം പറഞ്ഞ എല്ലാ സമയത്തും എന്നെ അങ്ങനെ സ്മരിച്ചോളൂ. കാരണം എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
എങ്ങാനും മരിച്ചാ നിങ്ങൾക്ക് ഇനി മോക്ഷം തന്നെയാ. പക്ഷെ മോക്ഷം വേണോ? ഈശ്വര കഥകൾ അങ്ങനെ കേട്ട് ഗ്രന്ഥങ്ങളിലൂടെ അങ്ങനെ പോയി നമ്മുടെ ഹൈന്ദവ ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എന്താ തോന്നാന്നറിയോ? കൃഷ്ണ, മോക്ഷമൊന്നും വേണ്ട. അഥവാ ഇനിയിപ്പോ ടക്കേന്ന് പൊട്ടിപ്പോയാലും വേഗം തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 10 വയസ്സിൽ അങ്ങോട്ട് തുടങ്ങുക, ഈ ഇത് പ്രചരിപ്പിക്കുക. ഹൈന്ദവനായി ജനിച്ച് ഹൈന്ദവന്റെ ആചാരങ്ങളും ധർമ്മങ്ങളും പഠിച്ച് പ്രചരിപ്പിച്ച് അവർ 60 വയസ്സ് വരെ ഇങ്ങനെ പ്രഭാഷണം നടത്തുക. ഇതിലധികം ഒരു സുഖം വേറെ ഒന്നുമില്ല. എല്ലാവരും ചോദിക്കും, എന്തിനാ ഇപ്പൊ തന്നെയൊക്കെ വേണ്ടാന്ന് വെച്ച് ടീച്ചർ പണി? പേരിന് ഇപ്പോഴും കാലായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിലും വലിയൊരു സുഖം ഈ 46 കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ വന്നിരിക്കുക 4 എണ്ണത്തിന് വേണ്ടുള്ളൂ, ബാക്കി ഒന്നിനും വേണ്ട. ഇവിടെ 10 ആളെ വെച്ചാൽ 10 ആളും അത് രസിക്കുന്നവരല്ലേ. ഇതിലും വലിയൊരു സുഹൃതമില്ല. ഇപ്പോഴേ ഈശ്വര കഥകളും പറഞ്ഞ് നടക്കുക. എൻ്റെ കൂടെ പഠിച്ച് ജോലി ചെയ്യുന്നവർ പറയും, ഒരു സമാധാനം ഇല്ലടോ, എപ്പോഴും ഓരോ പ്രശ്നങ്ങളാ, തനിക്ക് എങ്ങനെ ഈശ്വര കഥയും പറഞ്ഞ് നടക്കാൻ പറ്റണ? എനിക്ക് സന്തോഷമാണ്. ഞാൻ പറയും, എനിക്ക് എപ്പോഴും സന്തോഷം. എന്താ പറഞ്ഞ് മഹർഷീശ്വരന്മാര്? മനഃശാന്തി ഉണ്ടാവണമെങ്കിൽ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. കാരണം എപ്പോഴാ അത് വരികയെന്നറിയില്ല. അങ്ങനെ ഈ വായു, 5ാമത്തെ വായു, ഇത് പ്രാർത്ഥന കഴിഞ്ഞ് ആകാശവും വായുവുമായി മാറിപ്പോകുന്നു. ഇങ്ങനെ പഞ്ചഭൂതങ്ങളായ ഈ ശരീരം വന്നിടത്തേക്ക് ഇതിങ്ങനെ കത്തിച്ചു കഴിയുമ്പോൾ അതങ്ങോട്ട് ഇല്ലാതെയും ഭസ്മാവും പ്രകൃതിയിൽ നിന്ന് വന്നത് പ്രകൃതിയിലേക്ക് പോകും. പക്ഷെ ഇതിനുള്ളിൽ എന്തുണ്ട്? ഒരാത്മാവുണ്ട്, ജീവനുണ്ട്, ദേഹിയുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ ദേഹി എന്താ? ദേഹോ ദേവാലയ പ്രോക്ത. ദേഹം ദേവാലയ, പക്ഷെ എന്താ? ദേവോ സദാശിവ എന്നാ പറഞ്ഞത്. ജീവോ ദേവ സദാശിവ. ജീവൻ ദേവനായ സദാശിവന. ആ സദാശിവനിലേക്ക് നമ്മളെ ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിനെ, മനസ്സിനെ ഉയർത്തണം. ഈ ശരീരമാകുന്നത് ഒരു വൃക്ഷമാണെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ ഗീതയിലെ 15-ാം അധ്യായം എടുക്കുമ്പോൾ ഊർധ്വമൂലമദശാഖമശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ് എന്ന് പറഞ്ഞു തുടങ്ങും. ഈ ശരീരമാകുന്ന വൃക്ഷം ആര് മുറിച്ചുകൊണ്ടിരിക്കുക? കാലമാകുന്ന വാള് മുറിച്ചുകൊണ്ടിരിക്കുക. 10 വയസ്സാകുമ്പോൾ എങ്ങനെ ആയിരുന്നു? 30 വയസ്സായപ്പോൾ എങ്ങനെയാണോ? 50 വയസ്സായപ്പോൾ മാറിയില്ലേ? ഇനി എത്രയുള്ളതെന്ന് അറിയില്ല അല്ലേ? നമ്മളെ ശരീരം തന്നെ നമ്മളെങ്ങനെ ഓർമ്മിപ്പിക്കും, ഇതേ പ്രായമായി തുടങ്ങിയിട്ടോ, പൂവാറായി, റെഡി ആയിക്കോളൂ എന്ന്. നമ്മളോ? അതാ പറഞ്ഞത്, ചിരിച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറാവണമെങ്കിൽ ആത്മീയമായ സംസ്കാരത്തിലൂടെ യാത്ര ചെയ്ത് മനസ്സിനെ ഉയർത്തണം. ഈ കാലമാകുന്ന വാള് ശരീരമാകുന്ന വൃക്ഷത്തിനെ മുറിക്കുന്ന സമയത്ത്, ഒരു വൃക്ഷം മുറിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിലുള്ള പക്ഷികളൊക്കെ പറന്നു പോയില്ലേ? അവർക്കറിയാതെ വീഴാൻ പോവാ. പക്ഷെ നമ്മുടെ ശരീരം വീഴുന്ന സമയത്ത് ഇതിലൊരു പക്ഷി ഇരിക്കുന്നുണ്ട് അല്ലേ? ജീവനാകുന്ന പക്ഷി. ആ പക്ഷിയെ എങ്ങോട്ട് ഉയർത്തണം? ഭഗവാനിലേക്ക് അങ്ങോട്ട് ഉയർത്തണം. പക്ഷെ ഇത്തിരിയെങ്കിലും സുഹൃത ഉണ്ടെങ്കിലാണത്രേ ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരിക്കാൻ പറ്റുക. നിങ്ങൾക്ക് വേണ്ടി ഒരു മഹാഭാരതം കഥ ഞാൻ കരുതി പോകുന്നത്, പിന്നെ കുറച്ച് തത്വങ്ങളും പറയാന്ന്. കാരണം നമുക്കെല്ലാം 2 കാര്യങ്ങളോട് ആകർഷണം. ഒന്ന് ഈ ലൗകികത്തോട്, നമ്മുടെ വീട്, ശരീരം അല്ലെ, ശരീരം എങ്ങനെ പുഷ്ടിപ്പെടുത്തണം, വീട് എങ്ങനെ മോടി കൂട്ടണം, എൻ്റെ കുടുംബത്തിനെ എല്ലാം ഇല്ലേ എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ജനിച്ചു വരുന്ന കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെയാ, മരിച്ചു പോകുമ്പോൾ ഇങ്ങനെയല്ലേ, ഒന്നും വേണ്ട എന്ന് പറയും. അങ്ങനെ പോവാൻ തയ്യാറാകുമ്പോൾ അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട്. പരീക്ഷിത്ത് എങ്ങനെ അവസാനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം എന്തായാലും മരിക്കും, തക്ഷകൻ കൊത്തി മരിക്കും. ഇതെന്താ ചെയ്യാ? അപ്പൊ പറഞ്ഞു, ഭാഗവതം കേട്ടാൽ മതി, മരണമില്ല, ഭാഗവതം കേൾക്കുന്നവർക്ക് മോക്ഷ. അപ്പൊ ഈ ഭാഗവതം എങ്ങനെയാ കേൾക്കണ്ടേ? വിധിപൂർവം. ആദ്യം നിങ്ങൾ കേട്ടില്ലേ 6 അധ്യായം പത്മപുരാണത്തിലെ ഭാഗം, ആ മാഹാത്മ്യമൊക്കെ കേട്ടു. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഭാഗവതം കേട്ട് കഴിഞ്ഞ അവസാനം ശ്രീ ശുഖബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന വ്യാസമഹർഷിയുടെ പുത്രനാ, വ്യാസമഹർഷി പോലും നമസ്കരിച്ചു പോയ പുത്രനാ, ആ ശ്രീ ശുഖബ്രഹ്മർഷി അവസാനം ചോദിക്കാണ്, പരീക്ഷിത്ത് മഹാരാജാവേ, അങ്ങ് ഇപ്പോ സർവജ്ഞാനം നേടിയ വ്യക്തിയായില്ലേ? ഭാഗവതം ശരിക്കും കേട്ട സർവജ്ഞനാവുന്ന ആ സർവ്വതും നേടിയ അങ്ങേക്ക് ജ്ഞാനിയായി കുറച്ചു കാലം കൂടി വേണമെങ്കിൽ താമസിക്കാം ഈ ലോകത്ത്. കാരണം 36-ാമത്തെ വയസ്സിൽ ചക്രവർത്തിയായി, 66-ാമത്തെ വയസ്സിലാണ് ഈ പാമ്പിനെ തോണ്ടിയിടാൻ തോന്നിയത്. കഷ്ടകാലം നോക്കൂ. അങ്ങനെ അവസാനിക്കണം എന്നാണ് മഹർഷീശ്വരന്മാരുടെ തീരുമാനം. അതുകൊണ്ടല്ലേ നമുക്ക് ഭാഗവതം കിട്ടിയത്. ഈ ഭാഗവതം കേട്ട് കഥകൾ അറിഞ്ഞ് സർവജ്ഞനായി ഇനിയും ജീവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോ പറയാ, തക്ഷകൻ കൊത്തിയ വിഷം ഇറക്കാൻ കശ്യപന് കഴിയുമെന്ന് പറയാ. ആ കഥ അതിൽ വരുന്നുണ്ട്. വേണ്ട എന്ന് പറഞ്ഞു വടക്കോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഹേ മഹർഷി,
എനിക്ക് എൻ്റെ മനസ്സിനെ ശ്രീഹരിയിൽ വെച്ച് ശരീരം വിടണം. ഈ ശരീരം ഉപേക്ഷിക്കാൻ ഞാനിപ്പോൾ തയ്യാറാ. ഈ ഭാഗവത സപ്താഹം 7 ദിവസം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും ആ ഒരു ലെവലിലേക്ക് ഉയരണം. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും സപ്താഹവേദിയിൽ എന്ത് ചെയ്യുന്നത്, പ്രഭാഷണങ്ങൾ വെക്കുന്നത്. ഒരു കഥ കേൾക്കുക, അതിൻ്റെ തത്വം മനസ്സിലാക്കുക, നമ്മളുടെ വീടുമായി ജീവിതവുമായി അത് ചേർത്ത് ചിന്തിക്കണം. അല്ലാതെ കഥ കേട്ട് വെറുതെ പോകരുത്. എത്രയോ കഥകൾ ഇതിൽ പറയുന്നുണ്ട്. കഥ മാത്രം കേട്ട് കേട്ട് പോവാതെ ആ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തുക. എങ്ങനെ അടുക്കും ചിട്ടയുമായി ജീവിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപാസനയോടുകൂടി ചിട്ടയോടുകൂടി ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്താനാവൂ എന്ന് മാത്രം ഭാഗവതം പറയുന്നുള്ളേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമുക്കൊക്കെ ചിന്തകളാ, അങ്ങനെ ചെയ്താൽ ശരിയാവോ, അങ്ങനെ ചെയ്താൽ കിട്ടുമോ, വിശ്വാസം ഇല്ല അല്ലേ. പക്ഷേ ഓരോ മഹർഷീശ്വരന്മാരെ നോക്കൂ. ഇപ്പൊ സ്വാമി വിവേകാനന്ദൻ മനുഷ്യനായി മജ്ജയും രക്തവുമായി ജനിച്ചതാ. രമണ മഹർഷി, അതുപോലെ തന്നെ രാമകൃഷ്ണ പരമഹംസർ, ഇവരൊക്കെ ഭഗവാനെ നേരിട്ട് കണ്ടവരാ. ഒരമ്മ ചോദിച്ചു, ടീച്ചറെ ഞാൻ കുറകാലം ഭാഗവതം വായിച്ചിട്ട് ഇപ്പൊ എനിക്ക് ക്യാൻസർ അല്ലേ വന്നത് എന്ന്. ഈ പറഞ്ഞ രമണ മഹർഷി, സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ എല്ലാം മരിച്ചത് എങ്ങനെയാണെന്നറിയോ? ക്യാൻസർ വന്നിട്ടാ. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല, ആകെ കുറച്ച് ഭാഗവതേ വായിച്ചിട്ടുള്ളൂ. അപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? സുഖമായിട്ട് ഇവിടെ ഇരിക്കണം. ഇതിലിവിടെ ഇരിക്കാൻ പറ്റുമോ? ഇതൊന്നും നമ്മളതല്ലേ. വന്നപ്പോൾ കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ കൊണ്ടുപോകാനും പറ്റില്ല. എനിക്കിത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു രക്ഷയില്ല. അതങ്ങോട്ട് മനസ്സിലാക്കുക. ആ പൊരുൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ, പിന്നെ എന്ത് കിട്ടിയാലും സന്തോഷത്തോടെ എല്ലാം ഭഗവാന്റെ പ്രസാദം എന്ന് മനസ്സിലാക്കും, സ്വീകരിക്കും. എപ്പോഴും പ്രസന്നനായി ആനന്ദചിത്തനായി, അതാ പറഞ്ഞത്, സന്തോഷത്തോടു കൂടി ഇരിക്കാൻ നമുക്ക് കഴിയും. അതിനു വേണ്ടി മനസ്സിനെ ബലപ്പെടുത്താൻ മന്ത്രങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നാമജപം മാത്രം മതിയെന്ന്. കലികാലത്തില് ഇപ്പോ കൃഷ്ണനോട് എന്താ പറയുന്നത്? കരയാതിരിക്കാൻ കണ്ണാക്കനിവേഗണേ, കണ്ണു നിറയാതിരിക്കാനോട് കുഴലൂതണേ. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയെ വേണ്ടൂ. കാരണം കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ സപ്താഹവേദിയിലല്ല, അമ്പലത്തിലല്ല, എവിടെ വന്നാലും ഭഗവാന് നമ്മുടെ ഒപ്പം കരയൂത്രേ. മരിച്ചാൽ എന്താ അമ്പലത്തിലേക്ക് പോരുത് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ ദേവയജ്ഞത്തെക്കാൾ വലുതാണ് പിതൃയജ്ഞം. നമ്മളുടെ പിതാമഹന്മാരുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ശരീരവും ജീവനും കിട്ടിയത്. അതുകൊണ്ട് അതാണ് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, ആ സമയത്ത് നമുക്ക് വിഷമമായിരിക്കും. അമ്പലത്തിൽ വന്ന് ഭഗവാനെ കണ്ട നമ്മൾ അറിയുന്ന ബന്ധുക്കൾ വന്നാൽ തന്നെ നമ്മൾ പിന്നെയും കരച്ചിൽ തുടങ്ങും. ഭഗവാന്റെ മുന്നിൽ പോയി നമ്മൾ കരഞ്ഞാൽ ഭഗവാനും കരയാൻ തുടങ്ങും അത്രേ. അതുകൊണ്ട് ഭഗവാനെ വിഷമിപ്പിക്കേണ്ട. അതുകൊണ്ട് അങ്ങോട്ട് വരാത്ത കാരണം ഭക്തന്റെ മുന്നിൽ ഭഗവാൻ ദാസനാണ്. എന്താ പറയുന്നേ? നമേ ഭക്ത പ്രണശ്യതി. ഗീത വീണ്ടും വീണ്ടും പറയാ, എന്റെ ഭക്തന് നാശമില്ല കേട്ടോ. ഭക്തനായി ജനിച്ച് ഭക്തനായി ജീവിച്ച് ഭക്തനായി മരിക്കുക. വേറെ എന്താ ഉള്ളേ? കുറെ കാലം അച്ഛനും അമ്മയും ഉണ്ടെന്ന് കരുതിയിരുന്നു, അവര് നമ്മളെ ഇട്ട് പോയില്ലേ. കുറെ കാലം ഭർത്താവും കുട്ടികളെന്ന് വിചാരിച്ചു. ഇപ്പൊ വയസ്സായവരോട് ചോദിച്ചു നോക്കും, മുത്തശ്ശിയോട്, അവരൊന്നും ഉണ്ടാവില്ല. കുറെ കഴിയുമ്പോഴോ ഇപ്പൊ കൂടെ ഉണ്ടെന്ന് പറയുന്നവർക്ക് നമ്മൾ ശല്യമായി മാറുന്ന ഒരു നിമിഷം വരും. അപ്പോഴാണ് അവർ ഇന്നെ വിളിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതെ മഹാദേവന്റെ അമ്പലത്തിൽ വന്നാൽ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അനായാസേന മരണം വിനാദന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം എന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിച്ചേ? അനായാസേന ഒരു മരണം, പെട്ടെന്നുള്ള ഒരു മരണം എനിക്ക് തരേണമേ മഹാദേവ എന്ന് പ്രാർത്ഥിക്കുക. വിനാദന്യേന ജീവനം, ആരുടെയും ആശ്രയം കൂടാതെ ഈ ജീവിതം ഇവിടെ ജീവിച്ചു തീർക്കാൻ കഴിയാം. മറ്റുള്ളവർക്ക് നമ്മൾ ശല്യ, സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ പ്രാരാബ്ദവും പ്രശ്നവും ജോലിയും കാരണം നമ്മളെ നോക്കാൻ അവർക്ക് ശല്യ, സമയമില്ലാതെ വരുമ്പോൾ അവർക്ക് ശല്യമായി മാറും. ഈ ജീവിതം ആരെ ആശ്രയിക്കാതെ അവസാനിക്കണമേ. പിന്നെന്താ? ദേഹാന്തേ തവ സാന്നിധ്യം, ഹേ ശ്രീ പരമേശ്വര, ഈ ദേഹം അവസാനിക്കുമ്പോ മരണം വരുന്ന സമയത്ത് അങ്ങയുടെ സാമീപ്യം ഉണ്ടാകണമേ. കുറൂരമ്മ മരിക്കുന്ന സമയത്ത് ആ സഹസ്രനാമം അങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഭഗവാൻ അടുത്ത് വന്നിരുന്ന് കയ്യിൽ തലോടിയപ്പോ ഒരു തുള്ളി കണ്ണുനീരിറ്റ് വീണു ത്രയ കയ്യിലേക്ക്. അതുപോലെ ഭഗവാനെ അങ്ങയുടെ മഹാദേവ സാന്നിധ്യം മരണസമയത്ത് ഉണ്ടാവണേ. ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം, ഹേ ശ്രീ പരമേശ്വര, ഈ ദേഹി, ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടു പോകുമ്പോൾ അങ്ങയിലേക്ക് ചേരണമേ. ഇത്രേ പ്രാർത്ഥിക്കാനുള്ളൂ. നമ്മൾ എന്തൊക്കെയാ പ്രാർത്ഥിക്കാല്ലേ? എനിക്കും എൻ്റെ കുട്ടികൾക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണോ? സർവന്തര്യാമിയാണ് ഭഗവാൻ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല നമുക്ക് കിട്ടുക, അർഹിക്കുന്നതാ നമുക്ക് കിട്ടുക.
നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നടക്കണ കാര്യമാണോ? പിന്നെ എന്തിനാ അത് ആഗ്രഹിക്കണേ? നമുക്ക് എന്താണ് അർഹത? അപ്പോൾ നമ്മൾക്ക് ഇരിക്കാൻ എവിടെയാണോ അർഹത ഉള്ളത് അവിടെ നമ്മളെ ഭഗവാൻ കൊണ്ടുപോയി ഇരുത്തും. ചെറിയ കുട്ടിയാകുമ്പോൾ ഓരോ സപ്താഹവേദിയിലും പോകുമ്പോൾ +2 പഠിക്കുമ്പോൾ വലിയ ആഗ്രഹമായിരുന്നു ആചാര്യനെ പോലെ അവിടെ ഇരുന്ന് പറയണമെന്ന്. അന്നത് സാധിക്കില്ല. പക്ഷെ നമ്മൾ അത്രയും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ വലിച്ചിവിടെ കൊണ്ടുവന്ന് ഇരുത്തും. അതിൻ്റെ തെളിവാണ് ഈ ശോഭ ടീച്ചർ. എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞു വന്നേലേ. എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ? ഏതെങ്കിലും വിഷയം മനസ്സിലുണ്ടെങ്കിൽ കുറച്ച് പറയാം. കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ? വിഷമങ്ങൾ എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ദൃശ്യതേന. കാരണം നമുക്ക് അസുഖങ്ങളൊക്കെ ഉള്ളവർ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തേ ഇപ്പം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖമൊക്കെ? കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മഫലം എടുക്കാനാ സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയും. സഞ്ചിയിലാക്കിക്കൊണ്ട് ജനിച്ചപ്പോഴേ കൊണ്ടുവന്നതാ. അത് അനുഭവിക്കാനാണ് ഈ ദേഹം കിട്ടിയിരിക്കുന്നത്. ഈ വിധിച്ചിടുന്ന കർമ്മമോടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരിടത്ത്. കർമ്മങ്ങളെല്ലാം ചെയ്ത് അവസാനിക്കുമ്പോൾ നമ്മൾ ദേഹം താഴെ വീഴുന്നതാണ് എന്ത്? മരണം. കുപ്പായം മാറും പോലെ ഇനിയും ജന്മെടുത്ത് വരിക. ഈശ്വരനാമങ്ങൾ അങ്ങനെ ജപിച്ച് അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാം. ഈ കലികാലത്തിലെ എല്ലാ ദോഷത്തെ അകറ്റാം എന്ന് മനസ്സിലാക്കുക. ഒരു ഹരേ രാമൻ കൂടി ചൊല്ല അല്ലെ. ഹരേ രാമയുടെ പ്രത്യേകത എന്താ? ഹരേ രാമ. ഇവിടെ നിങ്ങൾ എപ്പോഴും ചൊല്ലുണ്ടല്ലോ, ആദ്യം രാമനെ വിളിക്കുക, എന്നിട്ടല്ലേ നമ്മൾ കൃഷ്ണനെ വിളിക്കുക. എന്താ കാരണം എന്നോ? രാമ അമ്മ ആദ്യം ഞാൻ ഉണ്ടാവണം. അമ്മ എൻ്റെ. രാമ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ രതിയ. കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോഴോ കൃഷ്ണ എന്നാണ് വായ പൊളിച്ച് പുറത്തേക്ക്, മറ്റേത് അകത്തേക്കല്ലേ വന്ന് പുറത്തേക്ക് പോകുന്നത്. എന്താ? ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുക. അതായത് പരബ്രഹ്മം, സമ്പൂർണ്ണാവതാരമായ പരബ്രഹ്മമാണ് ശ്രീകൃഷ്ണൻ. ഹരേ രാമൻ ജപിച്ചുകൊണ്ട് നമുക്ക് യജ്ഞം സമർപ്പിക്കാം. ഹരേ നാരായണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സംശയമില്ലല്ലോ? യജ്ഞം സമർപ്പിക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി സർവം സദാശിവായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി. ഓം ഹരി.